സഹോദരങ്ങളെ, ഖുർആന് നല്ല ഏത് ഗ്രന്ഥമായാലും സമൂഹത്തിന് അത് ഗുണകരമാണെങ്കിൽ വായിക്കുക, അല്ലെങ്കിൽ കൂട്ടിവെക്കുക എന്ന തത്വത്തോട് യോജിക്കുന്ന ആളാണ് ഞാൻ. ഇന്ന് മുസ്ലിം രാജ്യങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചാൽ, ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചാൽ ഈ പുസ്തകം വായിച്ചോടത്ത് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. കാരണം അവർക്ക് നൽകിയ ഒരു ഗ്രന്ഥത്തെ വായിക്കേണ്ട രൂപത്തിലല്ല വായിക്കുന്നത് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. കാരണം അവർ വായിക്കേണ്ട രൂപത്തിൽ വായിച്ചിരുന്നുവെങ്കിൽ മുസ്ലിങ്ങൾ ഇങ്ങനെയല്ല ആകേണ്ടിയിരുന്നത് എന്ന് മനസ്സിലാക്കുന്ന നിഷ്പക്ഷമതികളായ ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്തോ എവിടെയോ പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. കാരണം ഉന്നതമായ ഒരു പ്രത്യയശാസ്ത്രം കയ്യിൽ കിട്ടിയിട്ടും ലോകാടിസ്ഥാനത്തിൽ വൈജ്ഞാനിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, ബുദ്ധിപരമായ രംഗത്ത്, സാമ്പത്തിക രംഗത്ത് ഒക്കെ ഇത്രമാത്രം പിന്നോട്ട് പോകാനും സംഘർഷത്തിൽ അകപ്പെടാനുള്ള കാരണം എന്താണ്? അപ്പോൾ അവർക്ക് കിട്ടിയ ഗ്രന്ഥം വായിക്കേണ്ട രൂപത്തിലല്ല വായിക്കപ്പെടുന്നത് എന്നുള്ളത് സത്യമാണ് എന്ന് നിഷ്പക്ഷമതികളായ ആളുകളൊക്കെ സമ്മതിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചു, സജീവമായി ഓരോ പടയാളികളുമാകാൻ വേണ്ടി ഈ ഖുർആനിന്റെ നമ്മളോട് ചരിത്രത്തിൽ എന്തെങ്കിലും ചെയ്തവരല്ലാതെ ചരിത്രത്തിൽ ഇടം നേടിയിട്ടില്ല. ഇപ്പൊ മൗലവിയാണെങ്കിലും ചരിത്രത്തിൽ ഇടം നേടിയത് അദ്ദേഹം പൊക്കിക്കുറച്ച് അവസാന കാലഘട്ടത്തിൽ ഏതെങ്കിലും പായ്ത്തലക്ക് കിടന്ന് മരിച്ചിരുന്നുവെങ്കിൽ ചരിത്രത്തിൽ ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുമായിരുന്നില്ല. ലോക ചരിത്രത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ആളുകൾ ഒക്കെ തന്നെയും എന്തെങ്കിലും ചെയ്തവരാണ്. അത് അവനവന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല, സമൂഹത്തിന് ചെയ്ത ആളുകൾ മാത്രമേ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൂ. മറ്റത് ഒരു മൃഗതുല്യമായ ജീവിതം മാത്രമേ ഉള്ളൂ. തൻ്റെ കുട്ടികളും തൻ്റെ പെണ്ണുങ്ങളും തനിക്ക് കുറച്ച് സ്വത്തും ചിലപ്പോ അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മരിച്ചതിന് തുല്യമായി തീരുന്ന അവസ്ഥയിലാണ് പല ആളുകളും മരിക്കാറുള്ളത്. അത്തരം ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച അവസ്ഥയിൽ പല വീടുകളിലും നമുക്ക് ചെന്ന് നോക്കിയാൽ കാണാം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ വീട്ടുകാർക്ക് പോലും തൻ്റെ മക്കൾക്ക് വേണ്ടി മുഴുവൻ സമ്പാദിച്ചു വെച്ച ആളുകൾ പരിഗണിക്കപ്പെടാത്ത പല അവസ്ഥയും പല വീടുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ഖുർആൻ ദൈവീക വചനങ്ങളെ തള്ളിക്കളഞ്ഞ ആളുകളെ ഒരു നായയോടാണ് ഉപമിച്ചിട്ടുള്ളത്. ഒരു നായ, അത് ഞാനിങ്ങനെ ചിന്തിച്ചു, ഏറ്റവും സമീപസ്ഥമായ മനുഷ്യരോട് സമീപസ്ഥമായ ജീവികളെയാണ് ഖുർആൻ അധികവും ഉപമക്കെടുത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ട് ഒരു ഡെനോസറിനെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് കാണാത്ത ഒരു ജീവിയെ ഖുർആനിൽ ഉപമിച്ചിരുന്നുവെങ്കിൽ ആ ഉപമക്ക് വലിയ പ്രസക്തിയൊന്നും ഉണ്ടാവുമായിരുന്നു. കഴുതയോട് ഉപമിച്ചിട്ടുണ്ട്, കുരങ്ങിനോട് ഉപമിച്ചിട്ടുണ്ട്, പന്നിയോട് ഉപമിച്ചിട്ടുണ്ട്, നായയോട് ഉപമിച്ചിട്ടുണ്ട്. ദൈവവചനങ്ങളെ തള്ളിക്കളഞ്ഞ മനുഷ്യർ, അവന് നീ എന്തെങ്കിലും ഉത്തരവാദിത്തം ഏൽപ്പിച്ച് സമ്മർദ്ദം ചെലുത്തിയാലും ചെലുത്തിയിട്ടില്ലെങ്കിലും അവൻ കിതച്ചോടിക്കൊണ്ടിരിക്കും. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നിയത് ശരിയാണല്ലോ. എന്നാൽ നിരന്തരം ഓടുകയായിരിക്കും, നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും നായന. നമുക്ക് ഏത് സമയത്ത് മൂപ്പർക്ക് ഒഴിവുണ്ടാവില്ല. അതുകൊണ്ടാണ് നായയോട് ഓടുന്നുണ്ടാവും, നിരന്തരം ഓടുന്നുണ്ടാവും. സമ്പത്ത് സമ്പാദിച്ചിട്ടുണ്ടാവും, മക്കൾക്ക് നിരന്തരം സമ്പാദിച്ചു കൊടുത്തിട്ടുണ്ടാവും. തന്റെ ഉദരപൂരണം മാത്രമേ നായക്ക് ലക്ഷ്യമുള്ളൂ. ആ ഉദരപൂരണം നടന്നിട്ടുണ്ടാവും. വളരെ നമ്മളെ നിരന്തരം ഉപയോഗിക്കുന്ന ഉപമകളാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ കുരങ്ങിന് പൂമാല കിട്ടിയതുപോലെ സാധാരണ ഉപമിക്കുന്ന എഴുത്തുകാരൊക്കെ ഉപമിക്കുന്ന ഉപമയാണത്. ഇങ്ങനെ ഖുർആൻ എന്തിനാ അറബി പഠിക്കണം എന്നുള്ള ചില ചിന്തയുണ്ട് ഇപ്പോൾ ആളുകൾക്ക്. എന്തിനാ ഈ അറബിയൊക്കെ പഠിച്ചിട്ട് അടങ്ങാറാകാൻ നിൽക്കുന്നത്? ആ ചിന്ത ശരിക്കും ഖുർആൻ മനുഷ്യരുടെ ഭാഷയാണ് എന്ന് തിരിച്ചറിയാത്ത ആ അവസ്ഥയിൽ നിന്നുണ്ടായ ചോദ്യമാണത്. ഇത് അറബി, ഏതെങ്കിലും ഒരു ഭാഷയിൽ ഇത് പറയണല്ലോ. ഏതെങ്കിലും ഒരു ഭാഷയിൽ അല്ലാതെ ഒരു ഗ്രന്ഥം പറയാൻ കഴിയില്ല.
അതല്ലാതെ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിട്ടുണ്ട്, അല്ലാതെ തന്നെ ഇവന്റെ മുമ്പിൽ പുസ്തകം തുറന്നു വെച്ചിരിക്കുകയാണ്. പ്രകൃതിയാകുന്ന പുസ്തകം മനുഷ്യന്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇതിപ്പോ ഈ പുസ്തകത്തിൽ വായിക്കാത്ത ഒരാൾക്കും പറയാൻ കഴിയും, ഒരു മനുഷ്യ ജീവിതത്തിൽ അർത്ഥമില്ലാത്ത മനുഷ്യ ജീവിതത്തെ നോക്കിയിട്ട് നായ ഓടുന്നത് പോലെയാണ്. അപ്പോ ഈ ഗ്രന്ഥം എന്തിനാണെന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തെ എങ്ങനെ നന്നായി മാറ്റിയെടുക്കണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. ആ രൂപത്തിൽ വിശുദ്ധ ഖുർആനിനെ വായിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വേദത്തെ ആ ശരിയായ നിരീക്ഷണത്തിൽ ശരിയായ രൂപത്തിൽ വായിക്കുക, നിരീക്ഷിക്കുക, കണ്ടെത്തുക എന്ന ദൗത്യമാണ് നമ്മുടെ മേൽ അർപ്പിതമായിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് കിത്താൽ എന്നുള്ള വാക്ക് വേണമെങ്കിൽ കൊല്ലാനാക്കാം, വെട്ടിക്കൊല്ലാനാക്കാം. കഴിഞ്ഞ ആഴ്ച എന്റെ സൂറത്ത് മാഇദയിലെ 33-ാമത്തെ ഒരു ആയത്ത് ചോദിച്ചു. അത് ഞാൻ വിശദീകരിക്കുന്നുണ്ട്, അപ്പൊ ഒന്നുകൂടി പറയാം. അത് ഇന്നത്തെ വ്യാഖ്യാന പ്രകാരം അള്ളാഹുവിനും അവന്റെ ദൂതനോടും ഇന്നമാ ജസാഉല്ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് കിട്ടേണ്ട ഫലം, ഫസാദൻ, സമൂഹത്തിൽ അരാജകത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്കും കിട്ടേണ്ട ഫലം, യുഖത്തലു, അവരെ കൊല്ലുക എന്നുള്ളതാണ്. ഔ യുസല്ലബു, അല്ലെങ്കിൽ അവരെ കുരിശിൽ കയറ്റുക എന്നുള്ളതാണ്. ഔ യുഖത്തഉ ഐദിയഹും വഅർജുലഹും മിൻ ഖിലാഫിൻ, അല്ലെങ്കിൽ അവരുടെ കൈകളും കാലുകളും വിപരീതം ഛേദിക്കുക എന്നുള്ളതാണ്. ഔ യുൻഫൗ മിനൽ അർളി, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് നാട് കടത്തുക എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ വായിക്കാം, ഇങ്ങനെ ഇപ്പൊ വായിക്കണത്. ഞാൻ പറഞ്ഞു എന്തേ ഇപ്പൊ അതിനെ കെട്ടി തൂക്കാന്നും കൂടി വെക്കുക, കെട്ടി തൂക്കുക, കഴുത്തിനൊപ്പം കുഴിയിലിറക്കി എറിഞ്ഞു കൊല്ലുക. ആ ശിക്ഷാരീതികളൊക്കെ അത് ബാബിലോണിയൻ മെസോപ്പൊട്ടേമിയൻ തീരങ്ങളിൽ ഉണ്ടായിരുന്ന ഹമ്മൂറാബി നിയമങ്ങളാണ്. കാലം എന്നോ കൈവിട്ട ശിക്ഷാരീതികളാണത്. ഇന്നിപ്പോ ശിക്ഷാരീതികൾ തന്നെ ഇല്ല. ഇന്നിപ്പോ അമേരിക്ക സ്വിച്ചിട്ടിട്ടാ കൊല്ലുന്നു. ഈ ആയത്തിന്റെ ഒന്നും പ്രായോഗികമല്ല. കെട്ടിത്തൂക്കിയിരുന്ന കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് റോമിൽ വരെ കുരിശ് തറക്കലില്ല. കുരിശ് മരണവും കുരിശ് ശിക്ഷയുമായി കണ്ടിരുന്ന ഒരു ക്രൈസ്തവ സഭയുടെ തലസ്ഥാനമായ റോമിൽ വരെ കുരിശിൽ കൊണ്ടുപോയി കൊല്ലുന്ന ശിക്ഷാരീതികളില്ല. ആ കാലഘട്ടത്തിലാണ് ഈ ഖുർആനിക വചനം 5:33 ഈ രൂപത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. ആർക്കു വേണ്ടിയിട്ടാണ് ഈ പുസ്തകം? ഇങ്ങനെയുണ്ടോ ഒരു ശിക്ഷാരീതി? അപ്പോ ഈ ആത്മഹത്യാ സ്ക്വാഡുകൾ, സൂയിസൈഡ് സ്ക്വാഡുകളും ആത്മഹത്യ മനുഷ്യന്മാർ ഉണ്ടാകുന്നത് ഈ പുസ്തകം വായിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നും ഞാൻ പറയുന്നു, കഴിഞ്ഞ ആഴ്ചയും ഞാൻ പറഞ്ഞതാണ്, ഈ പുസ്തകം അടച്ചു വെക്കലാണ് ഏറ്റവും ഉത്തമം. ലോകം ഈ പുസ്തകമില്ലാതെ തന്നെ സുഖമായി വളരെ സ്വൈരമായി ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തിനാണ് ഈ പുസ്തകം? പിന്നെ എന്താണ് അതിന് നമുക്ക് പറയാനുള്ള അർത്ഥം? അത് ഞാൻ ഓതി വെച്ചൊരു ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയണമെന്ന് വിചാരിച്ചത്. ഇനി സാന്ദർഭികമായി ഇപ്പൊ തന്നെയാണ് പറയാം. വൈദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി എന്നുള്ള ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയാൻ ഉദ്ദേശിച്ച ഒരു ആയത്താണത്. ഇനി ആ സമയത്ത് മറന്നുപോയെങ്കിലും എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ തന്നെ അതിന്റെ വിശദീകരണം പറയാം. ഇന്നമാ ജസാഉല്ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും റസൂലിനോടും ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ സത്യത്തോടും നീതിയോടും ധർമ്മത്തോടും സമാധാനത്തിന്റെ വ്യവസ്ഥിതിയോടുമുള്ള ഏറ്റുമുട്ടലാണത്. അല്ലാതെ ഇവര് പറയുന്നത് പോലെ നമസ്കരിക്കാൻ വരാത്തതിനുള്ള ഏറ്റുമുട്ടലല്ല, താടി വെക്കാത്തതിനുള്ള ഏറ്റുമുട്ടലല്ല, താടി രോമങ്ങളുടെ സെന്റിമീറ്ററിന്റെ നീളം നോക്കി പ്രതിഫലം കൊടുക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. എത്ര ഡിഗ്രി സെന്റിഗ്രേഡിൽ വളഞ്ഞിട്ടാണ് ബാത്റൂമിൽ ഇരിക്കുന്നത് എന്ന ഇരുത്തം നോക്കി സ്വർഗം കൊടുക്കുന്ന പടച്ചവനെ കുറിച്ച് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അപ്പൊ അതൊന്നല്ല ഇവിടുത്തെ വിഷയം, അത് ലോകത്തിന്റെ വിഷയമല്ല. അതൊക്കെ സാറന്മാര് പറഞ്ഞു, രണ്ടാളുകളും പറഞ്ഞു. ഞാൻ ഇനി ആ വിഷയത്തിലേക്ക് വല്ലാതെ പോണില്ല. അപ്പൊ അതാണ് അള്ളാഹുവിനോടും ദൂതനോടും ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ സത്യത്തോടുള്ള ഏറ്റുമുട്ടലാണ്, പ്രകൃതിയിലെ നിയമങ്ങളോടുള്ള ഏറ്റുമുട്ടലാണ്.
പ്രകൃതി നിയമങ്ങളോടുള്ള ഏറ്റുമുട്ടലാണ്. അത് ഞാൻ വിശദീകരിക്കുന്നുണ്ട് എന്താണ് പ്രകൃതി നിയമം എന്നുള്ളത്. ഈ പ്രകൃതി നിയമങ്ങളോടുള്ള ഏറ്റുമുട്ടൽ, സത്യത്തോടുള്ള ഏറ്റുമുട്ടൽ, നീതിയോടുള്ള ഏറ്റുമുട്ടൽ, സമാധാന സ്വൈര ജീവിതത്തോടുള്ള ഏറ്റുമുട്ടലാണ് അള്ളാഹുവിനോടും ദൂതനോടും ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ താടി വെക്കാത്തവനോട് ഏറ്റുമുട്ടലല്ല. മുട്ടിനൊപ്പം താഴെ തുണി പോയവന്റെ കാല് വെട്ടാൻ പറയുന്ന ആ അതല്ല അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു പ്രവാചകനും പഠിപ്പിച്ചത് കേവല ആരാധനകളല്ല, വേഷവിധാനങ്ങളല്ല, ഭക്ഷണപാനീയങ്ങളുടെ കാര്യങ്ങളല്ല. അത് നിരവധി തവണ നമ്മൾ വിശദീകരിച്ചതാകൊണ്ട് ആ ഭാഗത്തേക്കും ഞാൻ ഇന്ന് പോകുന്നില്ല. അപ്പോൾ അള്ളാഹുവിനോടും ദൂതനോടും ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ സത്യത്തോടും നീതിയോടും ധർമ്മത്തോടുമുള്ള ഏറ്റുമുട്ടലാണ്, സ്വൈര ജീവിതത്തോടുള്ള ഏറ്റുമുട്ടലാണ്, സമാധാന ജീവിതത്തോടുള്ള ഏറ്റുമുട്ടലാണത്. അങ്ങനത്തെ ആളുകൾക്കും സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർക്കുമുള്ള പ്രതിഫലം, അവർക്ക് കൊടുക്കേണ്ട ഫലം എന്താണ്? അയ്യുഖത്തലു, ശക്തമായി അവരോട് ഫൈറ്റ് ചെയ്യപ്പെടണം. അതൊരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അയ്യുഖത്തലു, അവർ പോരാടപ്പെടുക തന്നെ ചെയ്യണം, അവരോട് ഫൈറ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യണം. കത്തിൽ കൊല്ലലല്ല, ഖിതാൽ എന്ന് പറഞ്ഞ ആശയ പോരാട്ടമാണ്. അവരോട് ആശയപരമായി അവർ പോരാടപ്പെടുക തന്നെ ചെയ്യണം, യാതൊരു സംശയമില്ല. കാരണം ഒരു രാജ്യം സമാധാനപരമായി അവരുടെ സർവ്വ പുരോഗതിയിലേക്കും കുതിക്കണമെങ്കിൽ സമാധാനത്തിനും നീതിക്കും സത്യത്തിനും ധർമ്മത്തിനുമെതിരിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും പോരാട്ടങ്ങളും പരിശ്രമങ്ങളെയും അതേ നാണയത്തിൽ തന്നെ പോരാടി പരാജയപ്പെടുത്തേണ്ടതുണ്ട്. അത് അവന്റെ പ്രവർത്തനത്തിന്റെ തോതനുസരിച്ച് 4 കാര്യങ്ങൾ പറഞ്ഞു. നാഗരികതക്കും അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും അനുസരിച്ച് ഏത് വേണമെന്നുള്ളത് ആ രാജ്യം തീരുമാനിക്കണം, ആ സമൂഹം തീരുമാനിക്കണം. 2, യുസല്ലബു, അല്ലെങ്കിൽ ശക്തമായി അവൻ കൈകാര്യം ചെയ്യപ്പെടണം. സ്വലഭ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ഏത് മലയാളോ അറബിയോ ഡിക്ഷണറി എടുത്ത് നോക്കൂ. സ്വലഭ എന്ന് പറഞ്ഞാൽ ഉറച്ചത് എന്നാണ് അർത്ഥം. ഉറച്ചത്, ക്രൂശിക്കലല്ല. സ്വലഭ, അതിൽ നിന്നാണ് യുസല്ലബു എന്നുണ്ടായത്. അലിമയിൽ നിന്ന് യുഅല്ലമു എന്ന് പറയുന്നത് പോലെ പഠിപ്പിക്കപ്പെടുക. സ്വലഭ എന്ന് പറഞ്ഞാൽ ശക്തമായ, ഫേമായ, വളരെ ശക്തമായ നടപടികൾ അവന്റെ പേരിൽ എടുക്കണം, അത് അവസാനിപ്പിക്കാൻ. ഔ തുക്കത്തൗ, അല്ലെങ്കിൽ വിച്ഛേദിക്കപ്പെടണം, തടയപ്പെടണം അവനെ. എന്തിൽ? ഐതിഹ്യവും, അവന്റെ പ്രവർത്തന ശേഷികൾ മുഴുവൻ. വാർജുലഹും, അവൻ അതിന് കിട്ടുന്ന സർവ പിന്തുണയും. മിൻ ഖിലാഫിൻ, 2 ഭാഗത്തു നിന്നും. ഇന്ന് ലോകത്തിന്റെ പ്രശ്നമാണ്. ഇന്ന് നടപ്പിലാക്കേണ്ടത് എന്റെ അഭിപ്രായത്തിൽ ഈ 3ാമത് പറഞ്ഞതാണ്. ലോകത്തെ ഈ സമാധാന ജീവിതത്തിന് ഭംഗം വരുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മുഴുവൻ റിസോഴ്സസ് കിട്ടുന്നത്, അവർക്ക് പ്രവർത്തനത്തിനുള്ള പിന്തുണയും ശക്തിയും മറ്റു ആയുധങ്ങളും സമ്പത്തും കിട്ടുന്ന കേന്ദ്രങ്ങൾ കണ്ടെത്തി അത് തടയാനുള്ള വഴികളാണ് ഇന്ന് സ്വീകരിക്കേണ്ടത്. ഇന്ന് അത് ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. സത്യത്തിൽ ഈ സൂയിസൈഡിങ് സ്ക്വാഡുകളല്ല യഥാർത്ഥത്തിൽ കുറ്റവാളികൾ. അത് ചെറിയൊരു സൂചന ഹംസ ഫാറൂഖ് തന്നു. ലോകത്ത് ഒരു പ്രത്യയശാസ്ത്രം ചർച്ച ചെയ്യുക, അതിനാണ് ഈ ക്രൂരമായ ആക്രമണങ്ങൾ തന്നെ ഇവർ തെരഞ്ഞെടുക്കുന്നത്. കുട്ടികളെ കൊല്ലുക, ഗർഭിണികളെ കൊല്ലുക, അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാം. ലോക മനസാക്ഷിയെ ഈ ഒരു പ്രത്യയശാസ്ത്രത്തോടും ഇതിന്റെ ആളുകളോടും ഈ ഭാഗത്തേക്ക് ലോകം തിരിഞ്ഞു നോക്കാനുള്ള ക്രൂരമായ ഒരു അവസ്ഥ വിശേഷം ഇതിൽ ഉണ്ടാക്കി തീർക്കാനുള്ള ആസൂത്രിതമായി ആയുധവും സമ്പത്തും കൊടുത്തുകൊണ്ടുള്ള സഹായിക്കുന്ന പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാനിപ്പിക്കുക. ഇത് 2 ഭാഗത്തു നിന്നും അതിന്റെ സോഴ്സുകൾ തടയപ്പെടണം എന്നാണ്. അതാണ് യുക്കത്താഴം. അല്ലാതെ കാല് വെട്ടിയ വലത് കാല് വെട്ടിയ ഇടത് കൈ വെട്ടിയല്ല. വലത് കൈ വെട്ടിയ ഇടത് കാല് വെട്ടുകയാണ് അവരെഴുതിയിട്ടുണ്ട്. അതാണ് ഖിലാഫ്. വിപരീതം വെട്ടണം. വലത് കയ്യാ വെട്ടണമെങ്കിൽ ഇടത് കാല്, ഇടത് കയ്യാ വെട്ടണമെങ്കിൽ വലത് കാല്, ഇങ്ങനെ വെട്ടണം എന്ന് എഴുതിയിട്ടുണ്ട്. അതല്ല ഇത് നമ്മൾ പറഞ്ഞു. ഞാൻ നിരവധി തവണ ഇത് വിശദീകരിച്ച ഇത് കൈയല്ലാണ്. ഖുർആൻ അത് പറഞ്ഞു, വേറെ സൂചിപ്പിച്ചു. ആശയപരമായിട്ടാണ് ഖുർആൻ മനസ്സിനോടാ സംസാരിക്കുന്നത്.
അത് ഞാൻ ഫീ ഖുലൂബിഹിം മറദെന്ന് പറയുമ്പോൾ ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. കൽബിനോടാണ് ഖുർആനിന്റെ സംസാരം. ചങ്ങലക്കിടപ്പെട്ടത് ഈ ഹൃദയങ്ങളാണ്. തുറന്ന് വിശാലമായി തുറന്നിടേണ്ടതും ഈ മനസ്സുകളാണ്. അത് അവിടേക്ക് എത്തുമ്പോൾ ഒന്നുകൂടി കൂടുതൽ വിശദീകരിച്ച് പറയാം. അപ്പോ ഈ റിസോഴ്സസ് ഈ സമൂഹത്തിൽ അർള് എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. സമൂഹമാണ്, സൊസൈറ്റിയാണ്, ഈ ഭൂമിയല്ല. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാന്ന് പറഞ്ഞാൽ അവര് ഭൂമി കുഴിക്കാന്നല്ല അർത്ഥം. അത് ഇതാ ദുരിതത്തിൽ അറിവോന്നില്ല. എൻ്റെ ആയത്ത് വിശദീകരിച്ച വിശദീകരണം കേട്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനത് പറയുന്നില്ല. അപ്പോൾ അർള് എന്ന് പറഞ്ഞ സമൂഹത്തിൽ അരാജകത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രവർത്തന ശേഷിയും പിന്തുണയും അവർക്ക് എവിടെ നിന്ന് കിട്ടുന്നുവോ അതിനെ കട്ട് ചെയ്യണം. അതാണ് അള്ളാഹു പറഞ്ഞത്. അതിനെ ഇല്ലാതാക്കണം. മിനല്ലർളി, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് അവനെ ഒറ്റപ്പെടുത്തണം. അവന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ദോഷകരമാണെന്നും അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ രാജ്യത്തിനും സമൂഹത്തിനും പുരോഗതിയല്ല ഉണ്ടാകുന്നതെന്നും അതുകൊണ്ട് ഇവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് ദോഷമാണെന്ന് സമൂഹത്തിൽ ഡിബേറ്റിലൂടെയോ ആശയപ്രചരണങ്ങളിലൂടെയോ മറ്റോ നടത്തി അവനെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും അവന് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത അവൻ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുന്ന നാലാമത്തെ ശിക്ഷാരീതി, അത് നാഗരികതയുടെയും സംസ്കാരത്തിന്റെയും വളർച്ചക്കനുസരിച്ചും കാലാകാലങ്ങളിൽ ഇവൻ ഈ അരാജകത്വവും സമൂഹത്തിൽ ഛിദ്രതയും ശാന്തിയും സമാധാനവും ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളും ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കി ആ രൂപത്തിൽ പ്രതികരിക്കാനും ആണ് ഈ അധ്യായത്തിൽ പറയുന്നത്, ഈ വചനത്തിൽ പറയുന്നത്. അപ്പൊ ഇതാണ്. അപ്പോൾ ഖിതാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതിന് തെളിവുകൾ നമുക്ക് ഉദാഹരിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് ഖിതാൽ എന്നുള്ളത് കൊല്ലലല്ല എന്നുള്ളതിന് 100 തെളിവ് എനിക്ക് പറയാൻ കഴിയും. ഖുർആൻ ഖിതാൽ വന്ന നിരവധി വചനങ്ങൾ കൊല്ലലല്ല, യുസല്ലബു കുരിശി തറക്കലല്ല. ഇവരെന്നെ പറഞ്ഞു യഖ്റുജു മിൻ ബൈനി സുൽബി എന്നാണ്. അവിടെ പിന്നെ അതിന് അവിടെ അർത്ഥം മാറ്റിയിരിക്കുന്നു. അതാണ് പ്രശ്നം. അവിടെ പോലെ മുതുകല്ലിന്ന് വെള്ളം വരുന്നുണ്ട് എന്ന് എഴുതിയിരിക്കുന്നത്. അതിനിപ്പോൾ അവിടേക്ക് പോകണില്ല. അത് പിന്നെ പോട്ടെ, കുട്ടി ഉണ്ടാകണം. അവിടെയും സുൽബ് എന്ന് പറഞ്ഞാൽ ഈ അർത്ഥമാണ്, ഞാൻ പറഞ്ഞ അർത്ഥമാണ്. അത് പിന്നെ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു തന്നിട്ട്. ഇവര് പറഞ്ഞിരിക്കുന്നത് യഖ്റുജു മിൻ ബൈനി സുൽബി എന്ന് പറഞ്ഞാൽ വാരിയെല്ലിന്റെയും മുതുകല്ലിന്റെയും ഇടയിൽ നിന്ന് ഒരു വെള്ളം വരുന്നുണ്ട്. ആ വെള്ളം കൊണ്ടാണ് കുട്ടികളുണ്ടായത്. അവിടെ സലബ എന്ന് പറഞ്ഞ ശക്തമായ ഉറച്ചാന്നുള്ള അർത്ഥമാണ്. അത് പിന്നെ ഇനി എപ്പോഴെങ്കിലും ആ വിഷയം വരുമ്പോൾ ഞാൻ പറഞ്ഞത് അതാണ്. അതിന് തെളിവ് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ ഐദ് എന്നുള്ളത് ഞാൻ നിരന്തരം പറഞ്ഞത്. ഐദ് ഈ കൈയല്ല. ഒരു 100 ആയത്ത് വേണമെങ്കിൽ ഞാൻ നമുക്ക് പഠിച്ചിട്ടുണ്ടാവും. അത് എൻ്റെ ഖുർആന്റെ ദാർശനിക മാനം എന്ന വിഷയം കേട്ട ആ ഒരു സീഡിയിൽ മുഴുവൻ ഇത്തരം പദങ്ങൾ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. യദുല്ലാഹി ഫൗക ഐദീക്കും, അള്ളാന്റെ കൈ നിങ്ങളുടെ കൈയിന്റെ മുകളിലാണ്. ലാ തുൽഖു ഐദീക്കും ഇല തഹ്ലുക്കി, നിങ്ങളുടെ കൈകൾ നാശത്തിലേക്ക് ഇടരുത്. വദ്കുർ ഇബ്രാഹിമ ഇസ്മായില ഇസ്ഹാഖ്, ഇസ്ഹാഖിനെയും ഇസ്മായിലിനെയും ഇബ്രാഹിമിനെയും കുറിച്ച് നിങ്ങൾ അനുസ്മരിക്കണം, ലോകത്തോട് പറയണം. ഉലിൽ ഐദി, അവർ കൈകളുള്ള ആളുകളായിരുന്നു. അവർ കൈയുള്ളവരായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ പ്രവർത്തന ശേഷിയുള്ള ആളുകളായിരുന്നു, സമൂഹത്തിൽ പിന്തുണയുള്ളവരായിരുന്നു എന്നൊക്കെയാണ് അർത്ഥം. അല്ലാതെ ബാക്കിയുള്ള അമ്പിയാക്കന്മാരൊക്കെ കൈയില്ലാത്തവരും ഈ 3 ആൾക്ക് മാത്രമേ കൈയുണ്ടായിരുന്നു എന്നില്ല. ഇബ്രാഹിമിനെയും ഇസ്ഹാഖിനെയും യാക്കൂബിനെയും കുറിച്ച് ഒതുക്കുർ നീ പറയുക. ഉലിൽ ഐദി, അവർ ഐദി കരങ്ങളുള്ള ആളുകളായിരുന്നു. അബൂലഹബിന്റെ 2 കൈകൾ നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ 2 കൈയല്ല, അവർക്ക് സമൂഹത്തിലുള്ള പിന്തുണയും പ്രവർത്തനശേഷിയും അധികാരവുമാണ് അതിന്റെ അർത്ഥം. അല്ലാതെ 2 കൈയും വാദം വന്ന് തളരട്ടെ എന്നല്ല. അവന്റെ 2 കൈയും, അബൂലഹബിന്റെ 2 കൈയും വാദം വന്ന് തളരട്ടെ എന്ന് അള്ളെന്നെ ദുആർക്കുക. അത് നമ്മൾ ഒരിക്കൽ വിശദീകരിച്ചതാണ്, ദുആയല്ലാതെ. അപ്പൊ അതാണ് ഇങ്ങനെ ആയത്. വുജൂഹ്, ഇങ്ങനെ ഖുർആനിലെ വജ്ഹ്, യദ്, അബ്സാറ്, കണ്ണ് എന്ന് പറഞ്ഞാൽ ഈ കണ്ണല്ല. അവരുടെ കണ്ണുകളിൽ ഒരു മൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് കാഫറിന്റെ കണ്ണ് പരിശോധിച്ച് നോക്കിയാലും കറക്റ്റ് ആകാറ്, ഒരു കേടും ഉണ്ടാവില്ല. സത്യത്തിന്റെയും സമാധാനത്തിന്റെയും ഈ ആശയത്തെ നിഷേധിക്കുന്ന ഏത് നിഷേധിയുടെ ആളെ പേരൊന്നും നമ്മൾ ഇവിടുത്തെ പറയുന്നില്ല.
അത് ഉന്നതമായ ഒരു ആശയം പറയുമ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ സത്യത്തിന്റെ ഈ നീതിയുടെ സമാധാനത്തിന്റെ മാർഗദർശനത്തെ നിഷേധിക്കുന്ന നിഷേധിയുടെ അബ്സാറ് കണ്ണ് പരിശോധിച്ചിട്ട് മൂടി ഉണ്ടോ നോക്കിയാൽ മൂടി കാണൂല. അതാണ്, അത് ഉൾക്കാഴ്ചയാണ്. അവരുടെ അബ്സാറ്, അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അവിടെയാണ് നമ്മൾ ആയത്ത് പറഞ്ഞു നിർത്തിയത്. അവിടെയാണ് അവരുടെ കണ്ണുകളിൽ മൂടിയുണ്ട്, അവരുടെ ചെവിയിൽ മൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ ഋഷാവത്തുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ചെവി പരിശോധിച്ച് നോക്കിയാൽ 100% പെർഫെക്റ്റ് ആക്കാരം. ചെവിയൊക്കെ നേരെ കേൾക്കുന്നുണ്ട്, ഒരു മൂടി ഉണ്ടാവില്ല. നേരെ മറിച്ച് അവരുടെ ഉൾക്കാഴ്ചയും അവരുടെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവുമാണ് ആ പറയുന്നത്, ശ്രവിക്കാനുള്ള കഴിവുമാണ്. അതാണ് ഖുർആൻ ആശയ തലത്തിൽ വായിക്കണമെന്ന് ഞാൻ നിരന്തരമായി എൻ്റെ നിരന്തരം കഴിഞ്ഞ 2-3 വർഷത്തെ ക്ലാസ്സുകളിൽ നിരന്തരം പറഞ്ഞ കാര്യമാണത്. അപ്പൊ ബസർ എന്ന് പറയുന്നത്, ഐദെന്ന് പറയുന്നത്, രിജിലെന്ന് പറയുന്നത്, ബത്തൻ എന്ന് പറയുന്നത് പള്ളാന്നല്ല, ഈ വയറല്ല. അതിന്ന് രാവിലെ എന്നോട് ആൾ സംശയം ചോദിച്ചു. വസ്അൽമൻ അർസൽന, വിഷയം പോകുന്നത് ഞാൻ വിശദീകരിച്ച് തരാം, 4 മണിക്ക് ഞാൻ നിർത്താം എന്തായാലും. വസ്അൽമൻ അർസൽന എവിടുന്ന വന്നത് ആരെ ചോദിച്ചെന്നോട്. മൻ എന്നുള്ളത് കഴിഞ്ഞുപോയ ദൂതന്മാരോട് ചോദിച്ചു നോക്ക്. അപ്പൊ ബുദ്ധിയുള്ള ആളുകളെ കുറിച്ച് മൻ എന്നുള്ള പദം ഉപയോഗിക്കുള്ളൂ, അക്ഷരം ഉപയോഗിക്കുള്ളൂ. മൻ, അതാണ് വസ്അൽ മൻ അർസൽന. അപ്പൊ പൂർവ്വ പ്രവാചകന്മാരോട് ചോദിക്കാൻ, ബുദ്ധിയുള്ള ആളുകളോട് തന്നെ ചോദിക്കാനാ പറയുന്നത്. അപ്പൊ പൂർവ്വ പ്രവാചകന്മാരോട് ദോർക്കാനുള്ളതാണ്. എനിക്ക് മനസ്സിലാക്കി, മൂപ്പരോട് കാര്യമായിട്ട് അതിന്റെ ശരിയായ വശം വിശദീകരിച്ചു കൊടുത്തിട്ടൊന്നും കാര്യമല്ല. വേറൊരു ആയത്ത് തിരിച്ചു ചോദിക്കാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. വമിനുഹും, മനുഷ്യരിലുണ്ട്, മൈ യംശി, നടക്കുന്നവർ, അല ബത്നിഹി, പള്ളമ നടക്കണവരുണ്ട്. പള്ളമ നടക്കണ മനുഷ്യന്മാരാരാന്നൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി. അതാണ് ബത്തന് എന്ന് പറഞ്ഞാൽ. ഈ ബത്തനല്ലാതെ അതിപ്പോ വിശദീകരിച്ചു കൊടുക്കണ്ട, ഓലിക്കുള്ള ചോദ്യം അത് മതി. വമിനുഹും മൈ യംശി അല അർബഇൻ, 4 കാലുമ നടക്കുന്ന ആളുകളുണ്ട്. ഈ മണ്ണെന്ന് ചോദിച്ചു, ഈ മണ്ണ് പൊട്ടിക്കാനാണത്, അല്ല വേറൊന്നുമല്ല. അതിന്റെ ശരിയായ അർത്ഥമൊന്നും അല്ല ഞാൻ പറയാം. 4 കാലുമ നടക്കുന്ന ആളുകളുണ്ട്. 4 കാലുമ നടക്കുന്ന മനുഷ്യനേതാ? ഈ മന്നാരാ? അപ്പൊ ഞാൻ പറയുന്നത് അല അർബഇൻ, അർബഇൻ എന്ന് പറയുന്നത് 4 കാലുമ നടക്കുന്ന മഞ്ഞുണ്ട്. അല ബത്നിഹി, പള്ളയോണ്ട് നടക്കുന്ന മഞ്ഞുണ്ട്. ഈ മനുഷ്യന്മാരില്ലേ, അതാരാന്നൊന്ന് പറഞ്ഞു കിട്ടിയാൽ കുഴപ്പമില്ല. അതിന്റെ ഉത്തരം കിട്ടിയാൽ നീ ബാക്കി നമുക്ക് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞ. അല്ല, ഇത് കുരുട്ട് ചോദ്യങ്ങളാണ്. കുരുട്ട് ചോദ്യങ്ങളോട് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. മനസ്സിലാക്കാൻ ചോദിക്കുമ്പോൾ മാത്രമേ അതിന്റെ ശരിയായ വശം പറഞ്ഞു കൊടുക്കും. ചിലരുണ്ട് വെറുതെ കുരുട്ട് ചോദ്യം മാത്രം ചോദിക്കാം. ഖുർആൻ എന്ന് തള്ളാൻ വേണ്ടി, ഖുർആൻ ഒന്ന് ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി, ഖുർആന്റെ മഹാത്മ്യം ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടി, അങ്ങനെ പല ചോദ്യങ്ങളും വരും. അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ശരി, മറ്റേ ഏത് മേഖലയിലാണെങ്കിലും പല രൂപത്തിൽ ചോദ്യങ്ങൾ വരലുണ്ട്. അത് ശരിയായി മനസ്സിലാക്കാനാണോ എന്ന് ആദ്യം നോക്കിയിട്ട് പിന്നെ അതിനനുസരിച്ച് എന്ത് മറുപടി പറയണമെന്ന് ഞാൻ തീരുമാനിക്കലുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ സഹോദരങ്ങളെ, നമ്മളിപ്പോ ഈ പറഞ്ഞ ആയത്തിന്റെ വിശദീകരണത്തിന് ഖുർആനിന് തെളിവുണ്ട്. സമൂഹത്തിന്റെ നന്മക്കും അതാണ് നല്ലത്. യൂറോപ്പിൽ വരെ ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ ഒരു ചെറിയ കുറ്റം ചെയ്ത ആളെ ജയിലിൽ കൊണ്ടുപോയിട്ട് ഒരു ക്രിമിനലാക്കി പുറത്തു വിടുന്ന സംഭവമല്ല. അത് ഈ അവസാനം പറഞ്ഞതാണ്. അവനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി ഒറ്റപ്പെടുത്തി അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ദോഷഫലങ്ങളെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തി അവൻ പുറത്തു വരുമ്പോൾ ഈ സമൂഹത്തിന് പ്രയോജനപ്രദമായ ഒരു വ്യക്തിയാക്കി അവന് മാറ്റേണ്ട രൂപത്തിലാണ് ഇന്ന് യൂറോപ്പിലൊക്കെ ശിക്ഷാരീതികൾ ജയിലുകളിൽ സംവിധാനിച്ചിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞ, നാഗരികതയുടെയും സംസ്കാരത്തിന്റെയും വളർച്ചക്കനുസരിച്ചും സമൂഹത്തിൽ ഇവനുണ്ടാക്കുന്ന ഛിദ്രതയുടെയും അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും ആഴവും കാരണവും സോഴ്സുകളും ഏതാണ്ട് മനസ്സിലാക്കി ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നടപ്പിലാക്കുക എന്നതാണ് അതിന്റെ ഫലം. അതിനെ പരിഹരിക്കാനുള്ള ജസാ, അത് പരിഹരിക്കാനുള്ള ഫലം എന്നാണ് ഖുർആനിൽ അല്ലാഹു പറയുന്നത്. അതിനെ കാലുവെട്ടലാക്കി, ഓനെ നിഷ്കരണം വധിക്കലാക്കി, കുരിശിക്കൊണ്ടേ തറക്കലാക്കി, സമൂഹത്തിൽ നിന്ന് അന്തമാനിലേക്ക് നാടുകടത്തലുമാക്കി.
ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ആശയത്തിന് ലോകത്തുനിന്ന് ആരാ കിട്ടുക? നിങ്ങളൊന്ന് പറഞ്ഞാണ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു. ഉമറിനെ കിട്ടുമോ? അബൂബക്കറിനെ കിട്ടുമോ? അവരൊക്കെ ഇന്നല്ലദീന യുഹാരിബൂനല്ലാഹ വറസൂലഹു ആയിരുന്നു ആദ്യം. അബൂബക്കറിനെ മാറ്റി നിർത്തുക. അബൂബക്കർ ആദ്യം തന്നെ കൂടെ ഉണ്ടായിരുന്നു. എന്നാ ശരി, സമ്മതിച്ചു. ബാക്കിയുള്ള പ്രവാചകന്റെ കൂടെ വന്ന ആളുകൾ മുഴുവൻ മാറ്റത്തിന് അവരുടെ മനസ്സ് മാറി വന്നവരല്ലേ? ലോകത്ത് മുഴുവൻ ഒരു ഇസ്ലാമിക ലോകം മുഴുവൻ, ലോകത്തിന്റെ 3/4 ഭാഗത്തോളം ഇസ്ലാം വ്യാപിച്ചു എന്ന് പറയാൻ കാരണമായത് ഇവരുടെ പരിവർത്തനമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പരിവർത്തനത്തിന് ഉതകുന്ന ശിക്ഷാരീതികളല്ലാതെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ പുസ്തകം വായിച്ചിട്ട് സ്വാമി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വാമിയുടെ ചോദ്യം ശരിയായ ചോദ്യമാണ്. ഒന്നുകിൽ ഈ പുസ്തകം നേരെ വായിക്കുക, അല്ലെങ്കിൽ ഈ പുസ്തകം നിരോധിക്കുക. ഇതാണ് എനിക്കും പറയാനുള്ളത്. ഈ സമൂഹത്തെ ഇതാണ് അതിൻ്റെ പരിഹാരം. അപ്പോ ഇത് ഈ രൂപത്തിൽ വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ആമുഖമായി ഇത്രയും പറഞ്ഞതാണ്. ഇനി ഞാൻ ഓതി വെച്ച ആയത്തുകൾ വിശദീകരിക്കാം. ഒമിനന്നാസ്, മനുഷ്യരിൽ ചിലരുണ്ട്. അത് ചിലർന്ന് എവിടുന്നാ കിട്ടിയെന്ന് വെച്ചാൽ മിനയിൽ നിന്നാ കിട്ടിയത്. നമ്മൾ പറയുന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്, വെറുതെ പറയല്ല. മിന എന്ന് പറഞ്ഞാൽ മുഴുവനല്ല, അത് ഇവരുടെ ഭാഷയിൽ തന്നെ ഉണ്ട്. എന്ന് ഇവരുടെ ഭാഷാഗ്രന്ഥത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അംകിന. മിന്നിന്റെ അർത്ഥം വിശദീകരിക്കാണ്. മിൻ 3 അർത്ഥത്തിന് ഉപയോഗിക്കും. ബയ്യിൻ വിശദീകരിക്കാൻ ഉപയോഗിക്കും. എന്നാണ് നീ കുറച്ച് എന്നുള്ള അർത്ഥം പറഞ്ഞോ. ബയ്യിൻ വിശദീകരണത്തിന് നീ മിന്ന് ഉപയോഗിച്ചോ. അൽഫീല പറയുന്നത് നമ്മളെ എഴുതിയ കിതാബിലല്ല. അൽഫിയ എന്ന് പറയുന്ന 1000 പദ്യങ്ങളുള്ള അറബിയിലെ ഏറ്റവും വലിയ വ്യാകരണ ഗ്രന്ഥമാണ് അൽഫിയ. അതില പറയുന്ന തുടക്കം എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിച്ചോ മിന്ന്. ഈ 3 അർത്ഥത്തിനാണ് മിന്ന് ഉപയോഗിക്കുക അറബിയിൽ. അസ്മിന അല്ലെങ്കിൽ അംകിന. മക്കാനാണെങ്കിലും സമാനാണെങ്കിലും തുടക്കം. ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് ഇന്ന സ്ഥലം വരെ മിൻ വണ്ടൂർ ഇല മഞ്ചേരി എന്ന് പറഞ്ഞാൽ അത് തുടക്കാണ് മിന്ന്. അത് മിന്ന് തുടക്കത്തിനാണ് അവിടെ മിന്ന്. ഒരു സമൂഹത്തിൽ നിന്നോ ഒരു വസ്തുവിൽ നിന്നോ ഒരു ആശയത്തിൽ നിന്നോ മിന്ന് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് എന്നാണ്, എന്നാണ്. അകൽത്തു മിന സമക്കി എന്ന് പറഞ്ഞാൽ മത്സ്യത്തിൽ നിന്ന് ഞാൻ അല്പം തിന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് മിന്ന് എന്ന് പറഞ്ഞാൽ കുറച്ചെന്നുള്ള അർത്ഥത്തിനാണ്. ഒരു വസ്തുവിൽ നിന്ന്, ഒരു ആശയത്തിൽ നിന്ന്, ഒരു പദാർത്ഥത്തിൽ നിന്ന്, ഒരു സമൂഹത്തിൽ നിന്ന് എന്നൊക്കെ. അതാണ് ഒമിനല്ലദീന ഹാദു എന്ന് പറയുന്നത്. എല്ലാ ജൂതന്മാരും അല്ല. ഒമിനല്ലദീന ഊത്തുൽ കിതാബാന്ന് ഖുർആൻ പറയുന്നത്. എല്ലാ ഊത്തുൽ കിതാബും അല്ല, അവിടെ കുറച്ചെന്നാണ്. അത് ഈ അർത്ഥം തെറ്റിച്ചതിന്റെ ഫലമായി ഒരു ജനതയെ മുഴുവൻ ശത്രുക്കളാക്കുന്ന രൂപത്തിൽ ഖുർആൻ പരിഭാഷകൾ വന്നു. ഇവരുടെ തന്നെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ച അർത്ഥമെടുത്ത് വിശദീകരിച്ചോ മതിയായിരുന്നു. അപ്പൊ അതാണ് മിൻ എന്നുള്ളതിന് ചിലർ അല്ലെങ്കിൽ അല്പം ചിലർ എന്നുള്ളതിന് എവിടുന്നേ കിട്ടിയ വാക്കെന്നുള്ളതിന് ഈ മിനയിൽ നിന്നാ കിട്ടിയത്. ഒമിനന്നാസി മനുഷ്യരിൽ ചിലരുണ്ട്. ആര്? മയ്യഖൂലു പറയുന്നവർ. ആമന്ന ഞങ്ങൾ സമാധാനമുണ്ടാക്കുന്നവരാണ്. ബില്ലാഹി അള്ളാഹുവിനെ ഉപയോഗിച്ചുകൊണ്ട്, വബിൽ യൗമിൽ ആഖിരി അന്ത്യനാളിനെ ഉപയോഗിച്ചുകൊണ്ടും. വമാഹും ബിമുഅ്മിനീൻ അവര് മുഅ്മിനീങ്ങളല്ല. അങ്ങനെയും വായിക്കാം. ഇനി ഈ വാവിന് വേറൊരു അർത്ഥം ഉണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞതാണ്. വാവിന് അവസ്ഥാ വിശദീകരണം എന്ന് പറഞ്ഞിട്ട് ഒരു അർത്ഥമുണ്ട്. ഈ സമയത്തൊക്കെ വ്യാകരണം പറഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഉറങ്ങുന്നില്ല. ഇത് ഒന്നാമതൊരു മനസ്സ് വേണം കേട്ടോ. മറ്റേ അംസാർ പറഞ്ഞില്ലേ മനസ്സ്. എന്റെ മോന് ഇന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ആദ്യം തന്നെ പറഞ്ഞു ഇത് ക്ലച്ച് ഗിയറ്, ഇത് ചവിട്ടണം, കണ്ണാടി നോക്കണം, ബാക്കിലേക്ക് നോക്കണം, മുന്നിലേക്ക് നോക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയാവില്ല.
നേരെ മറിച്ച് പ്രകൃതിദത്തമായിട്ട് ഇതൊക്കെ ഓട്ടോമാറ്റിക് ചെയ്തുകൊണ്ടിരിക്കും. മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ്. പക്ഷെ ആദ്യം തന്നെ അത് പേടിപ്പിച്ചാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. അപ്പൊ ഇത് ക്ലച്ച്, ഇത് ബ്രേക്ക്, ഇത് ആക്സിലേറ്റർ, ഇത് ഗിയറ്, 4 റിവേഴ്സ് എടുക്കണമെങ്കിൽ ഇങ്ങനെ എന്നിട്ട് കണ്ണാടി പുറത്തേക്ക് നോക്കണം, ഇങ്ങനെ പലതും പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ തീരുമാനം ഇനിയിപ്പോ അത് പഠിക്കണം. നേരെ മറിച്ച് ഇത് പഠിച്ചു കഴിഞ്ഞാലോ ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. സ്വാഭാവികമായി ഇതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മൾ അറിയാതെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്ന പോലെ ഇതൊക്കെ പാടെ ഈ ഖുർആനിലെ ഈ മിനി ഹല്ലും പിന്നെ നാസും ഇതൊക്കെ പാടെ പഠിച്ചിട്ട് ഇപ്പൊ ഈ ഖുർആൻ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു 10-100 ആയത്ത് പോകുമ്പോഴത്തിന് ഏകദേശം ഇതാവും. ഇത് അത്രയ്ക്ക് സിമ്പിളാ സംഗതി. പ്രകൃതി ദത്തമായ കാര്യങ്ങളാണിത്. മനുഷ്യ പ്രകൃതിയിലുള്ള കാര്യങ്ങൾ അതിൽ പറയണത്. അതുകൊണ്ടാണ് ഇത് എളുപ്പമാവെന്ന് പറയുന്നത്. മനുഷ്യ പ്രകൃതിയിലുള്ള കാര്യങ്ങളാണ് ഇതിൽ മുഴുവൻ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഒരു സംഗതിയില് മനസ്സ് സമർപ്പിക്കുകയും അത് പ്രകൃതിദത്തമായ കാര്യങ്ങളാവുകയുമാണെങ്കിൽ അത് എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എളുപ്പത്തിൽ സാധിക്കും. ഇത് ഖുർആൻ പ്രകൃതിദത്തമായ ഗ്രന്ഥമാണെങ്കിൽ, ദിവ്യമായ ദൈവിക ഗ്രന്ഥവുമാണെങ്കിൽ ഇതിൽ പറയുന്ന ആശയങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രയാസം ഉണ്ടാവില്ല. നേരെ മറിച്ച് പ്രകൃതിക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങളാണ് ഇതിൽ വിശദീകരിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്, ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. അതാണ് ഈ ഖുർആൻ എളുപ്പമാണ് എന്ന് പറയുന്നതും ഇതിനപ്പുറത്ത് ഇനി ഒന്നില്ല എന്ന് പറയുന്നതും. ഖുർആൻ എളുപ്പമാണെന്നും പറയേണ്ടത് ഇതിനപ്പുറത്ത് ഇനി ഒരാൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നും ഖുർആൻ വെല്ലുവിളിക്കുന്നത്. ഇതിനപ്പുറത്ത് ഇനി ഒരാൾക്ക് പറയാൻ കഴിയില്ല. അപ്പൊ തന്നെ ഒമിനന്നാസിമൈ. അപ്പൊ ഞാൻ ആ വാവിന്നാ പോകുന്നത്. വാവ് ഇപ്പൊ 4 അർത്ഥത്തിന് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഈ 4 അർത്ഥത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. സത്യം ചെയ്യാൻ പറഞ്ഞു, ആൻഡ് എന്നുള്ള അർത്ഥത്തിന് പറഞ്ഞു, ഒരു അവസ്ഥാ വിശദീകരണത്തിന് പറഞ്ഞു, പിന്നെ ഒന്നിനും കൂടിയും പറഞ്ഞു. അപ്പൊ ഈ 4 ഏതാണ് അവിടെ ആപ്റ്റാകാൻ നോക്കുക. അപ്പൊ നിങ്ങൾ ഇപ്പൊ എഴുതിയ അർത്ഥം എന്താണോ? മനുഷ്യരിൽ ചിലർ ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചു എന്ന് പറയുന്ന ചിലരുണ്ട്, അവർ വിശ്വാസികളല്ല. അപ്പൊ നിങ്ങളുടെ സംശയം പിന്നെ ആരില്ല വിശ്വസിച്ചാളെ വിശ്വാസിയായ? ഇന്ന് നീ യേശുവിലും ഗുരുവായൂരപ്പനിലും പുനർജന്മത്തിലും വിശ്വസിച്ചു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്, അവരാക്കാരെന്ന വിശ്വാസികൾ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചു എന്ന് പറയുന്ന ചിലരുണ്ട്, അവർ വിശ്വാസികളല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പിന്നെ ആരാ വിശ്വാസി? ഇനി ആ വാവിന് വേറൊരർത്ഥമുണ്ട്, അതൊന്ന് വെച്ച് നോക്കൂ. തങ്ങൾ സമാധാനം നൽകുന്നവരല്ലാതിരിക്കെ ഞങ്ങൾ അള്ളാഹുവിനെ ഉപയോഗിച്ചും അന്തിമ ന്യായവിധിയെ ഉപയോഗിച്ചുകൊണ്ടും സമാധാനം ഉണ്ടാക്കുന്നവരാണെന്ന് പറയുന്ന ചിലർ മനുഷ്യരിലുണ്ട്. അതാണിന്ന് ലോകത്ത് നടക്കുന്നത് മുഴുവൻ. ആരോട് ചോദിച്ചാലും എന്താണ്? ഇസ്ലാമാണ് നടപ്പിലാക്കുന്നത്, സമാധാനം ഉണ്ടാക്കുന്നത്. ഇതല്ല സത്യത്തിൽ ചെയ്യണത്. പർദ്ദടാത്ത സ്ത്രീകളെ, മുട്ടിന് താഴെ താടി വെക്കാത്തവരെ, നമസ്കരിക്കാത്തവരെ, ഇവർക്കെതിരിൽ പ്രവർത്തിക്കുകയും അവരുടെയൊക്കെ തലയും കാലും കൈയും അവരെ ഉടലോടെ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് ചെയ്യാതെ തന്നെ ഞങ്ങൾ സമാധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരാണെന്ന് പറയുന്ന ചിലർ മനുഷ്യരിലുണ്ട്. ഇത് ഇന്നും ജീവിക്കുന്ന ആയത്താണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന മുഖ്യമായ പ്രശ്നം അതാണ്. തങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരല്ലാതെ തന്നെ, വമാഹും ബിമുഅ്മിനീൻ, തങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരല്ലാതെ തന്നെ ഞങ്ങൾ അത് ചെയ്യുന്നവരാണെന്ന് പറയുന്ന ചിലർ മനുഷ്യരിലുണ്ട്. എന്തിനാ ചിലർ ചോദിക്കണം, എന്തിനാ അള്ളാനെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ എന്തിനാ സമാധാനം ഉണ്ടാക്കുന്നത്? അല്ലാതെ തന്നെ ഉണ്ടാക്കിയാൽ പോരെ. ദൈവത്തെ ബേസ് ചെയ്തുകൊണ്ടല്ലാതെ ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ പറ്റൂല. അതായത് മനുഷ്യന്റെ രുചിഭേദങ്ങൾ, ഒരുപാട് രുചിഭേദങ്ങളുണ്ട്. ആ രുചിഭേദങ്ങൾ അവന്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ വിശദീകരിച്ച് പറയേണ്ടതാണ്. എനിക്കിപ്പോ നിങ്ങളുടെ ഇടയിൽ ഒരു അത് ഇപ്പൊ വായിച്ചാൽ ശരിയാവില്ല, അത് നിങ്ങളെപ്പോഴെങ്കിലും വായിച്ച് മനസ്സിലായി. എനിക്ക് പറയാം. മനുഷ്യന്റെ രുചിഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ അവന്റെ ദേശത്തെ, അവന്റെ ഭാഷയെ, അവന്റെ സാഹചര്യത്തെ,
അവന്റെ അറിവിനെ നിരവധി, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു 10-20 ഘടകങ്ങളുണ്ട് ചുരുങ്ങിയത്. ഈ ഘടകങ്ങളൊക്കെ ഒരു മനുഷ്യന്റെ തീരുമാനത്തിൽ സ്വാധീനം ചെലുത്തും. ഈ തീരുമാനങ്ങളെ ഇപ്പൊ നമുക്കിടയിൽ ഒരു വിധി കൽപ്പിക്കുകയാണെങ്കിൽ അതിൽ എന്റെ സ്വജന പക്ഷപാതം അതിൽ സ്വാധീനിക്കും, എന്റെ പ്രദേശം അതിൽ സ്വാധീനിക്കും, എന്റെ അറിവ് സ്വാധീനിക്കും. അറിവ് എത്ര കണ്ട് പരിമിതമാവുന്നു അതിനനുസരിച്ച് ആ വിധി പറയുന്ന കാര്യത്തിൽ അത് സ്വാധീനിക്കും. ഇങ്ങനെ നിരവധി ഘടകങ്ങൾ ഒരു മനുഷ്യന്റെ ഒരു വിഷയം കാണുന്നതിനോ മനസ്സിലാക്കുന്നതിനോ തീരുമാനം പറയുന്നതിലോ സ്വാധീനിക്കും. അതുകൊണ്ടാണ് ആത്യന്തികമായി ദൈവികമായ ഇതിന്റെ ഒന്നും സ്വാധീനത്തിന് അതീതമായ ഒരു ശക്തിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടല്ലാതെ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുക സാധ്യമേ അല്ല. അത് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. ഷിർക്കിൽ നിന്നുകൊണ്ട് സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്പൊ ഈ കെട്ടിടത്തിന്റെ മുകളിൽ എനിക്ക് കെട്ടിടം പണിയണമെന്ന് വിചാരിച്ചോളൂ. ഇതിന്റെ മുകളിൽ ഒരു 10 നില കെട്ടണം എനിക്ക്. പക്ഷെ ഇതിന്റെ അടിത്തറ ബലം പോരെങ്കിലോ? ഇതിന്റെ അടിത്തറ ബലം പോരാ. ഇതിന്റെ അടിത്തറ ബലമില്ലെങ്കിൽ എത്ര ശക്തമായ സിമന്റും മറ്റ് എത്ര ബലമുള്ള സാധനങ്ങൾ കൊണ്ട് മുകളിൽ പണിതിട്ടും കാര്യമില്ല, അത് പൊളിഞ്ഞു വീഴും. അപ്പൊ അള്ളാഹു എന്ന ഒരു അസ്തിത്വത്തെ ഒരു അടിസ്ഥാനമാക്കിക്കൊണ്ടല്ലാതെ ഭൂമിയിൽ സമാധാനമുണ്ടാക്കുക സാധ്യമേ അല്ല. അതിപ്പോ ഈ ചോറുന്ന സമയത്ത് ഇത്രേ പറഞ്ഞുതരാൻ കഴിയുള്ളൂ എനിക്ക്. ബാക്കി ഇനി ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞു തന്നെ നിങ്ങൾക്ക്. ഈ നിലക്കല്ലാതെ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുക സാധ്യമല്ല. ചിലവരിപ്പോ യുക്തിചിന്തയുടെ ആളുകൾ പറയുന്നുണ്ട് അള്ളല്ലാതെ സമാധാനം ഉണ്ടാക്കിയാൽ എന്താന്ന്. ഇല്ലാതെ സമാധാനം ഉണ്ടാക്കിയ ഒരുപാട് അള്ളാരവിടെ കടന്നു വരുന്നു മാത്രം, വേറെ പ്രശ്നമൊന്നുമില്ല. ആത്യന്തികമായി ശരിയുടെ കൂടെ നിൽക്കണമെങ്കിൽ അള്ളാഹുവിനെ ബേസ് ചെയ്തുകൊണ്ടല്ലാതെ ആത്യന്തികമായ ശരിയുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയേയില്ല. ബാക്കിയൊക്കെ പക്ഷപാതപരമായിരിക്കും. പക്ഷപാതരഹിതമായി ആത്യന്തികമായ ശരിയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ലാതെ പ്രകൃതിയുടെ ആ ശരിയായ തലത്തിൽ നിന്നുകൊണ്ടല്ലാതെ അന്തിമമായ ഒരു റിസൾട്ട് നന്നാകണമെന്നും ഉദ്ദേശിച്ചുകൊണ്ടുമല്ലാതെ താൽക്കാലികമായ ബെനിഫിറ്റിൽ കാര്യങ്ങൾ തീരുമാനമെടുത്താൽ ഭൂമിയിൽ സമാധാനമുണ്ടാക്കുകയും സാധ്യമല്ല. ഇത് നിങ്ങൾ ഇനി ചിന്തിച്ചെഴുതിയാൽ മതി. നിങ്ങൾക്ക് ചിന്തിച്ചെഴുതാൻ ഇഷ്ടം പോലുണ്ട്. എന്നേക്കാൾ അതിവിപുലമായ രൂപത്തിൽ ചിന്തിക്കാൻ കഴിവുള്ള ആളുകളാണ് നിങ്ങളെന്ന് എനിക്കറിയാം. ആത്യന്തികമായ അവസാനത്തെ ന്യായവിധിയിലും അവസാനത്തെ റിസൾട്ടും അവസാന ഫലവും ലോകത്ത് വന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഏത് ഭരണാധികാരിയാണെങ്കിലും ഇപ്പോ എന്ത് കിട്ടും എന്ന് നോക്കി എടുത്ത തീരുമാനങ്ങളുടെ തിക്തഫലമാണ് ഇന്ന് ലോകം അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം. അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പോ എന്ത് കിട്ടും എന്നുള്ളത്. ഏതേത് സർക്കാരുകൾ അവരുടെ കാർഷിക വ്യാവസായിക രംഗത്തോ സാമ്പത്തിക രംഗത്തോ പൂർണ്ണമായ ഫലപ്രദമായി ആ രാജ്യം മുന്നോട്ട് പോകാതിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞുപോയ ഭരണാധികാരികളോ സമൂഹങ്ങളോ നീതിന്യായ വ്യവസ്ഥിതികളോ താൽക്കാലികമായി കിട്ടേണ്ട ബെനിഫിറ്റുകളോ ലാഭങ്ങളോ പ്രതിഫലങ്ങളോ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടെടുത്ത തീരുമാനങ്ങളുടെ ദുരന്തങ്ങളാണ്, തിക്തഫലങ്ങളാണ് ലോകത്ത് അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും. അതാണ് ആത്യന്തികമായ ഒരു സത്യത്തെ ബേസ് ചെയ്തുകൊണ്ടും അന്തിമമായ ന്യായവിധിയും അന്തിമമായ ഫലത്തെയും ലാക്കാക്കിക്കൊണ്ടുമുള്ള സമാധാനമുണ്ടാക്കലല്ലാതെ ലോകത്ത് ഒരിക്കലും അത് സാധ്യമല്ല. അതുകൊണ്ട് അപ്പൊ ദൈവത്തിന്റെ നീതി എവിടെയെന്ന് ചോദിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും നീതി കിട്ടണം. ഞാൻ ഇന്നലെ അവസാനം എഴുതിയിട്ട് ഇനി പരലോകത്തുനിന്ന് നീതി ഉണ്ടാക്കാൻ നമുക്ക് വേറെന്താ വഴി? എവിടെ ചെന്ന് ചോദിച്ചാലും പറയും നീതിയില്ല. അള്ള ഇനി എവിടുന്നാ നീതി കിട്ടുക? അള്ള പറയേണ്ടത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന് പറയുന്നുണ്ട്. അള്ളാഹു നീതി നടപ്പാക്കാനും നന്മ ചെയ്യാനുമാണ് കൽപ്പിക്കുന്നത്. എന്നിട്ട് ഇവര് പറയുന്നത് നീതി ഇനി കിട്ടൂല. ഞാൻ പറഞ്ഞു കിട്ടാത്ത ഒന്ന് പിന്നെ എന്തിനാ നടപ്പാക്കാനുള്ള പറയണത്? കിട്ടാത്ത ഒന്ന് പിന്നെ നടപ്പാക്കാൻ ഒരു കുട്ടിയുടെ മുമ്പിൽ ചോറ് വിളമ്പി വെച്ചിട്ട് തിന്നു കുട്ടിയെന്ന് പറഞ്ഞാൽ ഇത് തിന്നാൻ പറ്റാത്തതാണെങ്കിൽ പിന്നെ എന്തിനാ അത് വിളമ്പി വെച്ചത്?
അള്ളാഹ്ക്ക് അറിയില്ലേ ഭൂമിയിൽ നീതി നടപ്പാക്കാൻ കഴിയില്ല? പിന്നെ അള്ളാഹു നിങ്ങളോട് നീതി നടപ്പാക്കാനാണ് അള്ളാഹു കൽപ്പിക്കുന്നത് എന്ന് പറയണം. ഞാൻ ഇത് പറയുമ്പോൾ എല്ലാവരും പറയും പരലോകം നിഷേധിച്ചു. പരലോകം ഞാൻ നിഷേധിച്ചിട്ടില്ല. അത് എന്റെ അറിവിൽപ്പെട്ടതല്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് പറഞ്ഞ ഉടനുള്ള ആരോപണ മൂപ്പര് പരലോകം നിഷേധിക്കാൻ. പരലോകം അത് അള്ളാഹ് തീരുമാനിക്കേണ്ടതാ, ഞാൻ തീരുമാനിക്കേണ്ടതല്ല. പക്ഷേ ഞാൻ ഇന്നലേറ്റ വിളിച്ച ഒരാളോട് പറഞ്ഞു, ഞാൻ എങ്ങനെ പുനർജനിക്കുന്നു ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. 3 വയസ്സിലാണ് ഞാൻ മരിച്ചതെങ്കിൽ ഞാൻ അവിടെ ഒരു 25 വയസ്സായിട്ട് എൻ്റെ ഉമ്മാടെ അടുത്ത് ചെന്ന അമ്മ അക്സെപ്റ്റ് ചെയ്യൂല, ഉമ്മ എന്നെ സ്വീകരിക്കില്ല, അതിൻ്റെ കുട്ടിയല്ല എന്ന് പറയും. ഇതിൻ്റെ കുട്ടിയല്ലല്ലോ. ഇങ്ങനെ ഞാൻ അത് എങ്ങനെ ഏത് അവസ്ഥയിലാണ് നമ്മളവിടെ വരിക? 75-80 വയസ്സായി മരിച്ച വാപ്പ അവിടെ പുനർജനിക്കുന്നത് 20 വയസ്സായ ചെറുപ്പക്കാരനാണെങ്കിൽ മക്കൾ പറയും ഇത് ഞങ്ങളെ വാപ്പയല്ലല്ലോ, ഈ വാപ്പാനെ പരിചയമില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ നടപ്പിലാക്കേണ്ട നീതിയെ കുറിച്ചാണ്. അതന്നെ ഒരു വിഷയമുണ്ട്. ഇന്ന് എന്തോ ഒരു ഒഴുക്ക് കിട്ടണതിനനുസരിച്ച് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പറയുന്നത് അന്ത്യദിനം ആഖിറ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഖുർആൻ ഉദ്ദേശിക്കുന്ന അന്തിമ ഫലം ഇവിടെ നിന്ന് തന്നെ കിട്ടും. കിട്ടിയിട്ട് ബാക്കി എന്തെങ്കിലും പരലോകത്തിൽ ബാക്കി വെക്കുകയാണെങ്കിൽ അത് അവിടുന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാമെന്നോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ നിന്ന് അന്തിമമായ റിസൾട്ട് ഏത് ഭരണകൂടങ്ങളാണെങ്കിലും ശരി, ഒരു വീട്ടിന്റെ എക്കണോമിക്, അവരുടെ ഭക്ഷണ, അവിടുത്തെ ഉൽപാദന, അവിടുത്തെ സാമ്പത്തിക നിയന്ത്രണം, ഒരു വീട് തൊട്ട് ഒരു വ്യക്തി തൊട്ട് അന്താരാഷ്ട്ര സമൂഹങ്ങൾ വരെ ആത്യന്തികമായ ഒരു റിസൾട്ടും ഫലവും നല്ലതായിരിക്കണമെന്നും അത് ഉന്നതമായിരിക്കണമെന്നും ഈ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കാത്ത ഏതേത് ഭരണകൂടങ്ങളുണ്ടോ, സമൂഹങ്ങളുണ്ടോ, വ്യക്തികളുണ്ടോ അവർ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ എന്ന്. അവർക്ക് ആത്യന്തികമായി സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല. ഇത് ലോക തത്വമാണിത്. ഉന്നതമായ ഒരു സാമ്പത്തിക ഒരു മൂല്യമാണ് ഈ ഖുർആൻ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഖുർആനിലെ നിസ്കാരമില്ല എന്ന് ബരന്നെ പറയും. ഖുർആനിലെ നിസ്കാരം ഉണ്ടോന്ന് ഏത് മൗലവിമാരോട് ചോദിച്ചാലും ഉസ്താദന്മാരോട് ചോദിച്ചാലും ഖുർആനിലെ നിസ്കാരത്തിന്റെ രൂപം കിട്ടിയേ ഇല്ല എന്നാ പറയാം. നിങ്ങൾ എന്തും തലകുത്തി മറിഞ്ഞിട്ടും നിസ്കാരം ഖുർആനിന്ന് കിട്ടൂല, നിങ്ങളൊന്ന് നിസ്കരിച്ച് കാണിച്ചു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നിസ്കാരം ഖുർആനിന്ന് കിട്ടൂല എന്ന് ഉറപ്പാണല്ലോ, അത് കിട്ടൂല. എന്നാ ഇതിന്ന് കിട്ടണത് എന്തെങ്കിലും ഉണ്ടോ? അതുണ്ട്. എന്നാ ആ കിട്ടണത് ആദ്യം പറയും. ഇതിന്ന് എന്താണ് കിട്ടുന്നത് എന്നുള്ളത് ആദ്യം പറയും. അത് നടപ്പാക്കിയിട്ട് നമ്മൾ നിസ്കരിച്ചോ, നിങ്ങൾ കുഴപ്പമൊന്നുമില്ല. തല കുത്തിയിട്ടോ തല മേപ്പിട്ടാക്കിയിട്ടോ എങ്ങനെ നിന്നാലും എനിക്കൊരു കുഴപ്പമില്ല. അത് സമൂഹത്തിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ എത്ര സെന്റിഗ്രേഡ് വളഞ്ഞിട്ടാണ് നിൽക്കണതെന്നും ഇരിക്കണതെന്നും കിടക്കണതെന്നും ഉള്ള വിഷയമല്ല. പക്ഷേ ഈ പറയുന്നതൊക്കെ സമൂഹത്തിന്റെ വിഷയങ്ങളാണ്. ആത്യന്തികമായ ഫലം, അന്തിമമായ ന്യായവിധിയും അള്ളാഹു എന്ന യാഥാർത്ഥ്യത്തിലും അടിസ്ഥാനത്തിലും നിന്നുകൊണ്ട് സമാധാനം ഉണ്ടാക്കാതെ ഞങ്ങൾ അത് ഉണ്ടാക്കുന്നവരാണെന്ന് പറയുന്ന ചിലർ മനുഷ്യരിലുണ്ട്. അത് അത്ര തന്നെ നീ പറയുന്നുള്ളൂ. ഫീ ഖുലൂബി യുഖാദിഊനല്ലാഹ, അവർ അള്ളാഹുവിനെ ചതിക്കുകയാണ് ചെയ്യുന്നത്. അതിനോട് ചോദിച്ചു, അള്ളാഹിനിപ്പോ എങ്ങനെ നമ്മൾ ചതിക്കാം? അള്ളാഹിനല്ലേ ചതിക്കണത്? ഇത് പറയുമ്പോ സത്യം, നീതി എന്ന് പറയുന്ന ഇവന്റെ ബോധത്തെയാണ് ഇവൻ ചതിക്കുന്നത്. സത്യം എന്ന് പറയുന്ന ഒന്ന് അവന്റെ മനസ്സിലുണ്ട്. അതന്നെയാണ് ദൈവം. സത്യവും നീതിയും ധർമ്മവും സമാധാനവും, ഇങ്ങനെ എന്തൊക്കെ ആത്യന്തികമായ സത്യങ്ങളുണ്ടോ ഈ സത്യത്തെയാണ് അവൻ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവൻ ഇതല്ലാതിരിക്കുകയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഞാനും നിങ്ങളും പോയി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് ഉൾക്കൊള്ളാത്ത കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ എൻ്റെ മനസ്സിനോട് തന്നെ, എൻ്റെ മനസ്സാക്ഷിയോട് തന്നെ എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി അള്ളാഹു എന്ന പരമമായ സത്യത്തോട് തന്നെയാണ് ഞാൻ ചതി കാണിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നാമെങ്കിലും അവരോട് തന്നെയാണ് ചതി കാണിക്കുന്നത്. ഇതിന്റെ ആത്യന്തികമായ ദുരന്തം ഈ സമൂഹം തന്നെയാണ് അനുഭവിക്കാനുള്ളത്.
നോക്കി നിങ്ങൾ എന്താ പറയാനുള്ളത്? എന്റെ ഖുർആനിന് ഇത് ഞാൻ അതാ പറയുന്നത്, ഈ ഖുർആൻ എവിടെ കൂട്ടിവെക്കണം എന്നാ പറയണത്? മനുഷ്യന് അവന്റെ അകവും പുറവും സംസ്കരിക്കാൻ പറ്റിയ, അവന്റെ മനസ്സ് മുഴുവൻ പരിശുദ്ധമാക്കാൻ പറ്റിയ, ഇതിലും വലിയ വിസ്ഫോടനമുണ്ടാക്കുന്ന തീജ്വാലകൾ എന്താണ് ഖുർആന് പറയാനുള്ളത്? കാപട്യം ഒരൽപ്പം പോലും ഇല്ലാതെ പരിശുദ്ധമായ മനസ്സിന്റെ, നന്മയുടെ മനസ്സിന്റെ ഉടമകളാക്കാൻ. അതാണ് ഹൃദയം പരിശുദ്ധമായ ഹൃദയത്തിനാണ് മതിൽക്കെട്ടുകൾ ഇടുന്നത്, മനസ്സിനാണ് മതിൽക്കെട്ടുകൾ ഇടുന്നത്. അതാണ് ആത്യന്തികമായി അവർ അവരോട് തന്നെയാണ് വഞ്ചന കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ചതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് അവർക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അള്ളാഹ്ക്കെന്താ പ്രശ്നം? പ്രകൃതിക്കെന്താ പ്രശ്നം? കാറ്റടിക്കേണ്ടത് അടിച്ചുകൊണ്ടിരിക്കും, പുഴ ഒഴുകേണ്ടത് ഒഴുകിക്കൊണ്ടിരിക്കും, മഴ പെയ്യേണ്ടത് പെയ്തുകൊണ്ടിരിക്കും, സൂര്യൻ അതിന്റെ വെളിച്ചം തന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് നിങ്ങൾ ഒരു ചതിയും കാണിക്കുന്നില്ല. നിങ്ങളോട് തന്നെയാണ് ചതി കാണിക്കുന്നത്. ഇതിന്റെ ദുരന്തം പേറേണ്ടത് നിങ്ങൾ തന്നെയാണ്. പുഴയുടെ ഒഴുക്ക് മാറ്റാൻ കഴിയോ? പുഴയുടെ ഒഴുക്ക് തിരിച്ചുവിടാൻ കഴിയും, പക്ഷെ അതിന്റെ ഒഴുക്ക് താഴോട്ടെന്നുള്ളത് മുകളിലേക്ക് ആക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. സൂര്യൻ കിഴക്കിൽ നിന്ന് ഉദിക്കുന്നത് മാറ്റാൻ കഴിയോ? എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെയാണ് ചതിക്കുന്നത്. മാറ്റാൻ കഴിയോ? കഴിയില്ല. കാറ്റടിക്കുന്നത് നിർത്താൻ കഴിയും, അതിന്റെ ദിശ ചിലപ്പോൾ മാറ്റാൻ കഴിയും, പക്ഷെ അതിന്റെ ഇത് നിർത്താൻ കഴിയില്ല. ഇങ്ങനെ പ്രകൃതി, അള്ളാഹു എന്ന് പറയുന്ന പ്രതിഭാസം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിന് അവന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഭംഗവും ഒരു തകരാറും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് വരുത്താൻ കഴിയില്ല. ആത്യന്തികമായി നിങ്ങളെ തന്നെയാണ് ചതിച്ചുകൊണ്ടിരിക്കുന്നത്, വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവര് തിരിച്ചറിയുന്നില്ല, അവർ അനുഭവിച്ചറിയുന്നില്ല അത് എന്ന് മാത്രം. അതല്ലേ സത്യം? നമുക്കൊരു നദി മണക്കെട്ട് കെട്ടി ആ ഒഴുക്ക് തിരിക്കാൻ കഴിയും, പക്ഷെ താഴോട്ടെന്നുള്ളത് മുകളിലേക്ക് സാധിക്കൂല മനുഷ്യന്. അതിന് അല്ലാഹു കൊടുത്ത പ്രകൃതിയെ മാറ്റാൻ കഴിയില്ല. അതുപോലെ ചിലവർ പറയണ്ടേ, മുഹമ്മദ് നബി പറയണ്ടേ എനിക്ക് സ്വന്തമായി ഇത് മാറ്റാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബിക്ക് സ്വന്തമായി കിട്ടിയതല്ലല്ലോ ഈ സന്ദേശം. ഉറപ്പായിട്ടും അള്ളാഹ് ഇടക്കിടക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നതല്ലേ എന്ന് ഈ ആയത്തിന് ഉറപ്പായിട്ടും കിട്ടൂലെന്നാ. കിട്ടുമായിരിക്കാം, പക്ഷെ ആത്യന്തികമായി പറയുന്നത് നിങ്ങൾക്ക് ക്ഷീണുണ്ടോന്ന് എനിക്കറിയില്ല. ആത്യന്തികമായി പറയുന്നത് നബി പറയുന്നത് എനിക്കിത് മിൻ തിൽക്കായി നഫ്സി, എനിക്ക് സ്വന്തമായിട്ട് ഇത് മാറ്റാൻ കഴിയില്ല. പ്രകൃതിയിലെ ഏത് മാറ്റാനാ കഴിയുക? ഒന്നും മാറ്റാൻ കഴിയില്ല. ഇത് നബി വെറുതെ പറഞ്ഞതല്ല. ഒരാള് സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുകയാണ്, എന്ത് സമൂഹത്തെ ചതിക്കുകയല്ലേ മുഹമ്മദ് ചെയ്തത്, അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കിട്ടുന്ന ഈ സന്ദേശങ്ങൾ ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് ചതിക്കുകയല്ലേ ചെയ്തത്, സത്യത്തിൽ സമൂഹത്തോട് ചെയ്ത വഞ്ചനയല്ലേ? യുക്തിവാദികളായ ആളുകളുടെ സംശയമാണത്. വഞ്ചനയല്ലത്, അതാണ് സത്യം. അതാണ് സത്യം എന്നാണ് ഞാൻ പറയുന്നത്. അത് യാഥാർത്ഥ്യമാണ്. ഞാൻ ചെയ്തതല്ലാത്തത് പോലും എന്റേതാക്കി അവതരിപ്പിക്കാൻ താല്പര്യമുള്ള ഈ കാലഘട്ടത്തിൽ ശരിയായി ഇതിന്റെയൊന്നും സ്രോതസ് എന്റേതല്ല ദൈവത്തിൻ്റെതാണ് എന്ന് പറയുന്നത് ആത്യന്തികമായി അദ്ദേഹത്തിന്റെ സത്യസന്ധതയാണത്. ഇപ്പൊ ഇവിടെ ചോറ് തിന്നു നമ്മൾ, ഇത് ചോറ് തിന്നത് അദ്വാക്കാണെന്ന് പറയാം നമുക്ക്. പിന്നെ അന്വേഷിച്ചാൽ അറിയാം അദ്വാക്കാക്ക് കാശ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓല നമ്മക്ക് തന്നത്. പിന്നെ അന്വേഷിച്ചാൽ അറിയാം ആ കാശ് ആർക്കാ കൊടുത്തതെന്ന് വെച്ചാൽ പിന്നെ അവസാനം സർക്കാരിലേക്ക് എത്തും. ഈ സർക്കാരിനും ഇതിന് എവിടുന്ന ഇത് കിട്ടിയെന്ന് വെച്ചാൽ ആത്യന്തികമായി ഈ പ്രകൃതിയിലേക്കല്ലേ ഇത് എത്തുന്നത്. ആത്യന്തികമായി ഇത് പ്രകൃതിയിലേക്കല്ലേ എത്തുന്നത്. എനിക്കൊരു കുട്ടി ഉണ്ടായി, അത് ഞാൻ അംശസാറ് പറഞ്ഞു, ഞാൻ വിചാരിച്ചതുപോലെയാണോ? അല്ല. ഒരു നൈമിഷികമായ ഏതോ എന്റെ താൽക്കാലികമായ താല്പര്യങ്ങൾക്കോ സുഖങ്ങൾക്കോ വേണ്ടി മനുഷ്യൻ ബന്ധപ്പെട്ടു എന്നല്ലാതെ അതിൽ നിന്ന് ഇത് ഇവന്റെ ശാരീരികമായ അവസ്ഥയാണ്. ഇതിൽ ഇവന് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല. കോടാനുകോടി കോശങ്ങള്, പിന്നെ അവന്റെ ശരീരത്തിലെ മറ്റ് ഇതൊക്കെ, ഇതൊന്നും ഞാനിപ്പോ ദിവസേന മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ഞാനല്ല ഇന്ന്.
ഇന്നില്ല ഞാനല്ല, ഒരു 7 കൊല്ലം കഴിഞ്ഞാൽ ഇന്നില്ല ഞാനല്ല. മെഡിക്കൽ സയൻസിൽ ചോദിക്കുന്ന അവരോട് പറയും, എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല, പറഞ്ഞ ആളുകളാണ്. ഓരോ അനുനിമിഷവും ഈ വ്യക്തി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നമ്മൾ വിചാരിച്ചിട്ട് മാറില്ല, നമ്മൾ വിചാരിച്ചിട്ടല്ല. അപ്പൊ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായി ഇതൊക്കെ എത്തിപ്പെടുന്ന ഒരു സ്രോതസ്, ആ സ്രോതസ്സിനെയോ പ്രതിഭാസത്തെയോ അള്ളാഹു എന്ന് മുഹമ്മദ് നബി, ഇത് ഫിസിക്കൽ ശാരീരികമായ അവസ്ഥ. ഇനി ഇതൊക്കെ മൂർത്തമാണ്. ഈ പറഞ്ഞൊക്കെ മൂർത്തം. ഈ ഭക്ഷണമാണെങ്കിൽ മൂർത്തമാണ്, എനിക്കുണ്ടായ കുഞ്ഞാണെങ്കിൽ മൂർത്തമാണ്, എൻ്റെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ മൂർത്തമാണ്. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തുള്ള അമൂർത്തമായ ഒന്നാണ് എൻ്റെ അറിവ്, എൻ്റെ വികാരങ്ങൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ പ്രവർത്തനം, പിന്നെ ചിന്താമണ്ഡലങ്ങൾ, ഭാവനകൾ, ഇതൊക്കെ അമൂർത്തമാണ്. ഇതിനേക്കാൾ അപ്പുറത്താണ്. ഇത് കുറച്ച് ഫിലോസഫി കേട്ടോ, ഇതിനേക്കാൾ അപ്പുറത്താണ്. ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് കിടക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏതോ നിഗൂഢതകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന, ഞാൻ പറഞ്ഞു ശാരീരികമായ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഭക്ഷണം ആത്യന്തികമായി അന്വേഷിച്ച, ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചാൽ ആദ്യം നമ്മൾ വിചാരിക്കുക സപ്ലയറാ ചോറ് തന്നിക്കണമെന്നാണ്, പിന്നെ വിചാരിക്കുക അവിടുത്തെ ക്യാഷ്യറാണെന്നാണ്, അയാളുടെയാണ് ചോറെന്നാ, പിന്നെ വിചാരിക്കുക എൻ്റെ അല്ലേന്നാ, എനിക്ക് എൻ്റെ കാശ് കൊടുത്തിട്ടല്ലേന്നാ, പിന്നെ വിചാരിക്കുക ഈ അരി ഉൽപ്പാദിപ്പിച്ചവനല്ലേ എനിക്ക് തന്നിക്കണമെന്നാ. ആത്യന്തികമായി ഇത് പ്രകൃതിയിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്കാണ് അതിൻ്റെ ആത്യന്തികത എത്തുന്നത്. അത് മൂർത്തമായ ഒരു വസ്തുവിൻ്റെ അവസ്ഥ അതാണെങ്കിൽ എൻ്റെ ചിന്തയും എൻ്റെ അറിവും എൻ്റെ വികാരങ്ങളും എൻ്റെ ഭാവനകളും ഒക്കെ രൂപപ്പെടുന്നത് ഈ അമൂർത്തമായ ഈ വസ്തു രൂപപ്പെടുന്നതിൻ്റെ പിന്നില് ശക്തി സ്രോതസ് ഞാനല്ല, അത് ദിവ്യമായ ഒന്നാണ്, അത് ദൈവികമാണ് എന്ന് പറയുന്നതല്ലേ സത്യസന്ധത എന്നാണ് ഞാൻ പറയുന്നത്. അത് മുഹമ്മദ് ചെയ്ത ചതിയാണോ? അതിനേക്കാളും വലിയ സത്യസന്ധത എന്താ? എട്ടുകാലി മമ്മൂഞ്ഞിമാരുടെ ചരിത്രം പറയാറുണ്ട്. മറ്റുള്ളവർ ചെയ്തതുപോലും ഞാനാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കുന്ന ഈ കാലഘട്ടത്തിൽ മുഹമ്മദ് ഇത് എന്റേതല്ല, മൂർത്തമായ വസ്തുക്കളുടെ പോലും കൈകാര്യകർത്തം എന്റേതല്ലാതിരിക്കെ അമൂർത്തമായ എൻ്റെ ചിന്തകളും വിജ്ഞാനങ്ങളും അറിവുകളും എൻ്റെ ഭാവനകളും അതിൽ നിന്ന് രൂപപ്പെടുന്ന ദിവ്യമായ മനുഷ്യോപകാരപ്രദമായ ഈ ജ്ഞാനങ്ങളും ദൈവികമാണ്, എന്റേതല്ല എന്ന് പറയുന്നതിനേക്കാളും വലിയ ആ സമൂഹത്തോട് ചെയ്ത സത്യസന്ധത എന്റേത് എന്താണ്? ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ്, ദിവ്യമായ ഒരു കഴിവും എനിക്കില്ല, ഇതൊക്കെ ദൈവികമാണ് എന്ന് പറയുന്ന ആ ആത്മാർത്ഥതയും ആ സത്യസന്ധതയും അംഗീകരിക്കല്ലേ വേണ്ടത്? ഇതാണ് എൻ്റെ ചോദ്യം. നമുക്ക് എന്തിനേയും കളിയാക്കാനും എതിർക്കാനും എളുപ്പമാണ്. അപ്പൊ അതാണ് ഖുർആനെ നമ്മൾ ഇങ്ങനെയല്ലാതെ മുഹമ്മദിന് പറയാൻ കഴിയില്ല. ഇത്രയും സത്യസന്ധനും നിഷ്കളങ്കനും ആത്മാർത്ഥതയുമുള്ള മുഹമ്മദിന് ഇതിനേക്കാൾ അപ്പുറം ഇനി പറയാൻ കഴിയില്ല. ഇത് എന്റേതല്ല മക്കളെ, ദൈവത്തിൻ്റെതാണ്, ഇത് ദിവ്യവചനങ്ങളാണ്. അതാണ് ആത്മാർത്ഥത, അതാണ് സത്യസന്ധത. അതിനേക്കാൾ അപ്പുറത്തൊരു സത്യസന്ധത ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല എന്ന് എൻ്റെ അഭിപ്രായം. മറ്റവർക്ക് അതൊക്കെ എൻ്റെ കഴിവാണ്, ഞാൻ കണ്ടുപിടിച്ച് പറഞ്ഞതാണ്, അത് എൻ്റെ അറിവാണ്, എൻ്റെ ബുദ്ധിയിൽ ഉദിച്ച അറിവാണ്, ഞാൻ കേമനാണ്, അത്രക്ക് ബുദ്ധിയുണ്ട് എനിക്ക് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഇതൊന്നും എന്റേതല്ല. അവന്റെ ലോകത്തിന് തന്നെ അറിയില്ല. ഈ ഭാവനയും ഇവന്റെ മസ്തിഷ്കത്തിന്റെ ഈ പ്രവർത്തനവും എവിടുന്നാ വരുന്നതെന്ന് തന്നെ ലോകത്തിനറിയില്ല. ഒരു ചെറിയ ഞരമ്പിന്റെ പ്രവർത്തനമാണ്. മെഡിക്കൽ സയൻസ് തന്നെ ഇപ്പൊ ഹൃദയം മാറ്റി വെച്ച് നോക്കി, ഹദീസ് പൊളിയുന്നത് അവിടെയാണ്. നബി ഇങ്ങനെ ചൂണ്ടിയിട്ട് വന്നിട്ടില്ല, ഹൃദയം വരെയാണ്. ഹൃദയം മാറ്റി വെച്ചപ്പോഴും അവന്റെ ചിന്തക്കോ അറിവിനോ മാറ്റം കിട്ടില്ല. അപ്പൊ മനസ്സിലാക്കി അവിടെ എല്ലാം ഇത് എവിടെയാണ് ഇത് അറിയുന്നില്ല. ഹൃദയം മാറ്റിവെച്ചു ആളുകളുടെ. അപ്പോഴും ഇന്ന് അവൻ മാറ്റിവെക്കാൻ അവൻ പോകുന്നതിന് മുമ്പുള്ള ജ്ഞാനത്തിന്റെയോ അറിവിന്റെയോ ഒരു മാറ്റവും അവന് പിന്നെ അതേ അറിവുകൾ പിന്നെയും നിലനിൽക്കുന്നു. അപ്പൊ അതാണ് ഹാഹുന പോയി, ഹൃദയം ഇവിടെയാണ് മനസ്സെന്ന് പറഞ്ഞിട്ട് നബി ചൂണ്ടിയുന്ന. അത് പോട്ടെ, അത് നമുക്ക് ഹദീസൊന്നും നമ്മളെ വിഷയമല്ല, അത് പറയുന്നവർ പറഞ്ഞോട്ടെ. അത് പറയാൻ തന്നാൽ പിന്നെ അതിന് തന്നെ ഒഴിവുള്ളൂ, നമുക്കിത് പറയാൻ തന്നെ സമയം തികയില്ല. അപ്പൊ അതാണ് അവര് ദൈവത്തോട് സത്യത്തോടാണ് വഞ്ചന കാണിക്കുന്നത്. ഇങ്ങനെയൊന്നും അല്ല പറയാൻ ഞാൻ ഉദ്ദേശിച്ചു, ഇപ്പൊ ഇങ്ങനെ പോട്ടെ. സത്യത്തോടാണ് അവർ വഞ്ചന കാണിക്കുന്നത്, പക്ഷെ അവർക്കത് തിരിച്ചറിയുന്നില്ല. ഇന്ന് ഓതി വെച്ച ആയത്തേലും തീർക്കണ്ടേ?
ഫീ ഖുലൂബിഹിം, അവരുടെ മനസ്സുകളിലുണ്ട് മറലും, ചില രോഗങ്ങൾ. മനസ്സിലാണ് രോഗം. രോഗം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സ്വാഭാവികമായ നൈസർഗികമായ അതിന്റെ കാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് രോഗം എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പൊ എന്റെ കാലുകൊണ്ട് നടക്കാൻ വയ്യാതാവുമ്പോൾ അത് രോഗം. കാരണം നടക്കുക എന്നുള്ളതാണ് കാലിന്റെ സ്വാഭാവികമായ രീതി. ചെവിക്ക് കേടാണെന്ന് രോഗാണെന്ന് പറയുന്നത് ചെവിക്ക് കേൾക്കുക എന്നുള്ളതാണ് അതിന്റെ സ്വാഭാവികമായ രീതി. അത് കേൾക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ അതിന് രോഗാണെന്നാണ് അതിന്റെ അർത്ഥം. കണ്ണിന് രോഗം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വാഭാവികമായ അവസ്ഥ കാണുക എന്നുള്ളതാണ്. അപ്പൊ ഒരു വസ്തു അതിന്റെ സ്വാഭാവികമായ നൈസർഗികമായ അതിന്റെ ഗുണം എപ്പോൾ പ്രകടിപ്പിക്കാതിരിക്കുന്നുവോ അപ്പോൾ അത് രോഗാവസ്ഥയിലാണ്. അപ്പൊ മനസ്സ് അതിന്റെ നൈസർഗികമായ സ്വാഭാവികമായ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അത് സത്യമാണ് പറയേണ്ടത്. ഇവര് സത്യമല്ല പറയുന്നത്. നോക്കി നിങ്ങൾ, മനുഷ്യന്റെ സ്വാഭാവികമായ അവന്റെ മനസ്സിന്റെ സ്വാഭാവികമായ നൈസർഗികമായ അവസ്ഥ സത്യം പറയണമെന്നുള്ളതാണ്, നീതി പറയണമെന്നുള്ളതാണ്, നീതി നടപ്പിലാക്കണമെന്നുള്ളതാണ്. അപ്പൊ ഇത് മനുഷ്യന്റെ പ്രകൃതിദത്തമായ നൈസർഗികമായ സ്വാഭാവികമായ അതിന്റെ ഗുണങ്ങളാണ്. ആ ഗുണങ്ങൾ അത് പ്രകടിപ്പിക്കുന്നില്ല, അപ്പോൾ അത് രോഗത്തിലാണ്. എന്താ നോക്കി നിങ്ങൾ, എന്താ ഇതിനേക്കാളും വലിയ ഫിലോസഫി എന്താ? അപ്പൊ അത് അതിന്റെ നൈസർഗികമായ സ്വാഭാവികമായ അതിന്റെ അവസ്ഥയിലേക്ക് ആ മനസ്സിനെ തിരിച്ചു കൊണ്ടുപോകണം. അല്ലെങ്കിൽ എന്താണ്? ആ രോഗം വളരും. ആ രോഗം വളർന്നാൽ എന്താണ്? അതിന്റെ ദുരന്തം അദാബുൻ അലീം, ദുരന്തം, ഭയങ്കരമായ വേദനിപ്പിക്കുന്ന വേദനാജനകമായ ദുരന്തങ്ങളും ശിക്ഷകളും അവർ ഏറ്റുവാങ്ങേണ്ടി വരും. ഇതല്ലേ ലോകം അനുഭവിക്കുന്നത്? ഇതിനേക്കാളും ഒരു ജനതയെ സംസ്കരിക്കാനും പരിവർത്തിപ്പിച്ചെടുക്കാനും പറ്റിയ വാക്കുകൾ ഏതാണ്? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മനുഷ്യന്റെ, അതാണ് ഞാൻ പറഞ്ഞത്, രോഗം എന്ന് പറയുന്നത് ഏതൊരു അവയവവും അതിന്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുന്നുവോ അപ്പോൾ അത് രോഗാവസ്ഥയിലാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം മനുഷ്യന്റെ മനസ്സിന്റെ സ്വാഭാവികത എന്ന് പറയുന്നത് സത്യം പറയണമെന്നുള്ളതാണ്. അതാണ് ഈ ആയത്ത് ഫീ ഖുലൂബിഹിം മർളൻ ഫസാദഹുമുല്ലാഹു മർളൻ വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ. കളവ്, അവര് കളവ് അപ്പൊ കളവ് പറയുക എന്നുള്ളത് ഒരു മനസ്സിന്റെ സ്വാഭാവികതയല്ല, അതതിന്റെ രോഗാവസ്ഥയാണ്. അനീതി കാണിക്കുക എന്നുള്ളത് ഒരു മനസ്സിന്റെ സ്വാഭാവികതയല്ല, അതതിന്റെ രോഗമാണ്. അധർമ്മം പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു മനസ്സിന്റെ സ്വാഭാവികതയല്ല, അതതിന്റെ രോഗമാണ്. ഫിസിക്കൽ രോഗം ബാധിച്ചാൽ തന്നെ അതിന്റെ അണുക്കൾ ലക്ഷോപലക്ഷം അണുക്കളായിട്ടത് വളർന്നു മാരകമായ ദുരന്തങ്ങൾ ആ ശരീരത്തിൽ വരുത്തി വെക്കും. അതുകൊണ്ട് ആ അണുക്കളെ നശിപ്പിക്കാനുള്ള മരുന്നുകളാണ് അതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ നൽകാറുള്ളത്. കാരണം ഈ രോഗാണു വളർന്നാൽ വളരെ ദുരന്തം ഈ ശരീരത്തിൽ പിന്നീട് ഉണ്ടാക്കി തീർക്കാൻ ഇടയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഈ വ്യക്തിയിൽ ശാരീരികമായി വന്നിട്ടുള്ള ഈ രോഗത്തിന് ആ ബാക്ടീരിയ ആണെങ്കിലും വൈറസ് ആണെങ്കിലും എന്താണോ ഈ രോഗകാരണം എന്നുള്ളത് മനസ്സിലാക്കി അതിനെ നശിപ്പിക്കാനുള്ള മരുന്നുകളാണ് അതിനെക്കുറിച്ച് അറിവുള്ള ഡോക്ടർമാർ നൽകാറുള്ളത്. പക്ഷെ അള്ളാഹു കൊടുക്കുന്ന മരുന്നും അവന്റെ മനസ്സിലേക്കാണ്. ഇവന് ശരീരത്തിലും ചികിത്സിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. ഖുർആൻ പറയുന്ന, അത് നമ്മൾ പറഞ്ഞതാണല്ലോ, ഖുർആൻ പറയുന്ന രോഗവും ഭക്ഷണവും വെള്ളവും എല്ലാം അവന്റെ ആത്മാവിനുള്ളതാണ്. ഇതൊരു ആത്മീയ ഗ്രന്ഥല്ലേ. ഇത് മാറ്റിയാൽ ബാക്കിയുള്ളതൊക്കെ മാറുകയും. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വൃക്ഷത്തിന്റെ കൊമ്പിൽ കൊണ്ടായിട്ടല്ല വളരേണ്ടത്, അതിന്റെ റൂട്ടിലാണ് ഇടേണ്ടത്. അതിന്റെ റൂട്ടിലിട്ടാൽ അതിന്റെ ഫലം എല്ലായിടത്തും കിട്ടും. എന്നതുപോലെ കയ്യുമേ കാലുമേ തലമേ കണ്ണുമേ കൊണ്ടായിട്ടല്ല.
ഇതിന്റെയൊക്കെ കാരണം അവന്റെ റൂട്ട് അവന്റെ മനസ്സാണ്. ഈ മനസ്സ് വൈദ്യശാസ്ത്രത്തിലും ശരിക്കും അങ്ങനെ പറയുന്നുണ്ട്. മനസ്സിൽ ധൈര്യം കിട്ടിയാൽ തന്നെ കുറച്ച് മാറുമെന്ന് പറയാറുണ്ട് അവർ. അവരതാണ് അധികം ഡോക്ടർ ധൈര്യം കൊടുക്കും, പ്രശ്നമല്ല, പ്രയാസമല്ല, അത് മാറിക്കോളും. ചിലതങ്ങനെ പ്രകൃതി ദത്തമായി തന്നെ മാറും, പക്ഷെ അതിന് കാലെടുക്കുമെന്ന് പറഞ്ഞല്ലോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ചിലത് പ്രകൃതി തന്നെ മാറ്റും, പക്ഷെ അതിന് കാലം എടുക്കും. ഭരണകൂടങ്ങളെ കാലം മാറ്റും, വളരെ ക്രൂരന്മാരായ ഭരണാധികാരികളെ കാലം മാറ്റും, പടച്ചോൻ തന്നെ മാറ്റും. പക്ഷെ അതിന് കാലം ചിലപ്പോ 2, 3, 4 നൂറ്റാണ്ട് കാത്തിരിക്കേണ്ടി വരും. ദുരന്തങ്ങൾ ഒരുപാട് ജനതകൾ സഹിക്കേണ്ടി വരും. കാലങ്ങൾ ഒരുപാട് കടന്നു പോകും. പെട്ടെന്ന് മാറണമെങ്കിൽ മനുഷ്യരെന്നെ പണിയെടുക്കണം. റഹ്മാനിയത്ത് കിട്ടും, പക്ഷെ റഹീമിയത്ത് കിട്ടണമെങ്കിൽ പെട്ടെന്ന് പണിയെടുക്കണം. അതിനെ മാറ്റാനുള്ള പരിപാടികളും പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ട് അതിനെ മാറ്റണം. അപ്പൊ ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, ഫീ ഖുലൂബിഹിം, അവരുടെ മനസ്സുകളിലുണ്ട് മറലുൻ, ഒരു രോഗമുണ്ട്. ഖുർആൻ മനസ്സിലെ രോഗത്തിന്റെ ചികിത്സയാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. കയ്യും കാലും മോറും മുഖവും തുടച്ചുകൊണ്ടോ വൃത്തിയാക്കിയതുകൊണ്ടോ മനസ്സ് ശുദ്ധമാവൂല. ഇവിടുത്തെ സ്കൂൾ തലത്തിൽ പഠിപ്പിക്കേണ്ട ആയത്താണ് സൂറത്ത് മാഇദയിലെയും സൂറത്ത് നിസായിലെയും ആയത്ത്. ഇവര് പറയുന്ന ഒളൂന്റെ ആയത്തില്ലേ, ഇവിടുത്തെ സ്കൂൾ കുട്ടികളെ ആ ആയത്ത് പഠിപ്പിച്ചു കൊണ്ടുവരണം. അവരുടെ മനസ്സ്, അവരുടെ ഹൃദയം, ഇത് ശുദ്ധിയാക്കാനാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. എത്ര ഉന്നതമായ അവിടുന്നാണ് പഠിപ്പിക്കേണ്ടത്. സൂറത്ത് അന്നിസായിലെ 43 സൂറത്ത് അൽ മാഇദയിലെ 5-6 വചനങ്ങൾ ഇന്ന് നമ്മുടെ മുസ്ലിം സമൂഹം വിശ്വസിക്കുന്നത് ഒളുണ്ടാക്കാനാണെന്ന് പറയുന്നല്ലോ. കയ്യും കാലും മുഖം അതൊക്കെ നമ്മൾ നിരന്തരം വിശദീകരിച്ചത് ഒരു ബുക്ക് അതിൻ്റെ അവിടെ ഇരിക്കണമുണ്ട്, അത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഞാൻ പറയുന്നത് അത്രയും വലിയ ഒരു ആശയമാണ്. ഹൃദയത്തിലാണ് എന്തുള്ളത്? രോഗമുള്ളത്. ഈ രോഗാവസ്ഥയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു അവയവത്തിന്റെ അതിന്റെ സ്വാഭാവികമായ നൈസർഗികമായ അതിന്റെ ഗുണം അത് പ്രകടിപ്പിക്കാതിരിക്കുമ്പോഴാണ് അത് രോഗം. മനസ്സിന്റെ സ്വാഭാവികമായ ഗുണം എന്താണെന്ന് ഞാൻ സൂചിപ്പിച്ചു. സത്യവും നീതിയും ധർമ്മവും ഇതൊക്കെ പറയലാണ് സത്യം പറയാന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നതിൽ നുണ പറയാതിരിക്കുക എന്നുള്ളതല്ല. സത്യം പറയാൻ തന്നെ എനിക്ക് ഒരുപാട് പറയുന്നുണ്ട്. നമ്മളിപ്പോ സത്യം പറയാന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും പറയുന്ന ഈ വർത്താനത്തിൽ സത്യം പറയാന്നാ മനസ്സിലാക്കിയിട്ടുള്ളതല്ല. സത്യത്തെ നിഷേധിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന നമ്മൾ മനസ്സിലാക്കിയിട്ട് ഞാനും നിങ്ങളും ഈ സംസാരിക്കുന്ന ഈ സത്യത്തെ തള്ളിക്കളയാനല്ല. അതിനപ്പുറത്ത് പ്രകൃതിദത്തമായ ചില സത്യങ്ങളുണ്ട്. അതാണ് ദൈവിക സത്യങ്ങള്. ഈ ദൈവികമായ സത്യങ്ങൾ, പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ പരമമായ സത്യങ്ങളെ തള്ളിക്കളയലും ആ സത്യങ്ങളെ തള്ളി നിഷേധിക്കലുമാണ് അസത്യം പറയലും സത്യത്തെ നിഷേധിക്കലും. അതാണ്. മറ്റ് നമ്മൾ ഈ പറയുന്ന ഞാൻ നാളെ വരട്ടെ അതൊക്കെ ചെറിയ നോണകളാണ്. അതും ഇനിയും ദുരന്തം അനുഭവിക്കേണ്ടി വരും, വേറെ കാര്യം. പക്ഷെ മഹാദുരന്തങ്ങൾ അനുഭവിക്കുക, പ്രകൃതിയിലെ സത്യങ്ങളെ തള്ളിക്കളയുകയും നിഷേധിക്കുകയും ചെയ്യുമ്പോഴാണ് മഹത്തായ ദുരന്തങ്ങളും ശിക്ഷകളും അവർ ഏറ്റുവാങ്ങേണ്ടി വരിക. അത് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോകം ഇന്ന്. അതിന്റെ ദുരന്തമാണ്, അതിന്റെ ശിക്ഷയാണ് ലോകം ഇന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് ചോദിക്കുകയാണ്, അള്ളാന്റെ നീതി എവിടെ? ഞാൻ പറഞ്ഞു, അള്ള ഒരു സെഞ്ചിയിൽ നീതിയായിട്ട് വരും. നീതി വേണോ? നീതി വേണോ? അത് കാത്തും നൊളിഞ്ഞു. ഇങ്ങോട്ട് പിന്നെയും ചോദിക്കുക, അള്ളാന്റെ സമാധാനം എവിടെ? അള്ള ഇനി ഒരു തോളിൽ സെഞ്ചിയിലിട്ട് വരും. സമാധാനം വേണോ? സമാധാനം വേണോ? കൊടുക്കാനുണ്ട്. നിങ്ങളെ വീട്ടിന്റെ ഉമ്മർത്ത് വരും, സമാധാനം കൊണ്ട് വരൂല. ഇത് നടപ്പിലാക്കണം. എങ്ങനെയാ നടപ്പിലാക്കുക? ഹൃദയത്തിന്റെ രോഗം മാറ്റുക. എങ്ങനെയാ രോഗം മാറ്റുക? പ്രപഞ്ചത്തിലെ പ്രാപഞ്ചിക സത്യങ്ങൾ ഉൾക്കൊള്ളുക. പ്രപഞ്ചത്തിന്റെ പ്രാപഞ്ചിക സത്യങ്ങൾ ഉൾക്കൊള്ളുക. ആ സത്യത്തെ നിഷേധിക്കാതിരിക്കുക. ആ സത്യത്തെ നിഷേധിക്കാതിരുന്നാൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം. ഏത് ശിക്ഷയിൽ നിന്നാ രക്ഷപ്പെടാത്തത്? ഇങ്ങോട്ട് പിറന്നു വീണ കുട്ടിയെ ഇവര് ഒക്കെ അള്ളാന്റെ പേരിലാണ് ചാർത്തണത്.
പിറന്നു വീണ കുട്ടിയാവോ ഇങ്ങനെ അല്ല, ഇങ്ങനത്തെ അല്ല എന്തല്ലാണ് അപ്പോഴും കുറ്റമല്ലാക്കാം. വികലാംഗനായി ജനിക്കുന്നു, പാവപ്പെട്ടവനായി ജനിക്കുന്നു, ചില ആളുകൾ സമ്പത്തിന്റെ നടുവിൽ ജനിക്കുന്നു, ചില ആളുകൾ സന്മാർഗത്തിന്റെ ലബ്ധിയിൽ ജനിക്കുന്നു. സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇപ്പോ നല്ല അറിവുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് സന്മാർഗത്തിന്റെ സാധ്യത കൂടുതലാണ്. അവർക്ക് ജ്ഞാനം ഉണ്ടാവും ശരിയായ വഴികൾ മനസ്സിലാക്കാൻ. ഇങ്ങനെ ഈ പ്രകൃതിദത്തമായി തന്നെ ദൈവം നീതിമാനല്ലല്ലോ. ഇത് നൂറ്റാണ്ടുകളായി ഈ സമൂഹം ചെയ്തു പോന്നതിന്റെ പ്രവർത്തനത്തിന്റെ ദുരന്തമാണെന്ന് ഇവൻ സമ്മതിക്കൂല. ഇത് പറഞ്ഞാൽ പറയും ഓരോരുത്തർക്കും നീതി കിട്ടണമെന്ന്. ഞാൻ ചോദിച്ചു അത്തരം ആളുകളോട്, നീ അനുഭവിക്കുന്ന വസ്തുക്കളിൽ ഏതാണ് നിന്റേതായിട്ടുള്ളത്? ഈ ഷർട്ടിൻ്റെതാണ്. ഞാൻ ഇന്ന് വരുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു, കൊട്ടാരങ്ങൾ, വലിയ വലിയ മാളികകൾ, കൊട്ടാരങ്ങൾ, 4, 5, 6 നിലകളുള്ള കൊട്ടാരങ്ങളും വീടുകളും ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. കുറച്ചൊക്കെ ലേശം അറിവുണ്ടെന്ന് വിചാരിച്ച ആളപ്പം ഞാൻ ആലോചിച്ചു, ഇതിലെ ഒരു തൂണ് പോലും എനിക്കുണ്ടാക്കാൻ കഴിയില്ലല്ലോ. ആരാണ് ഇതിന്റെ പിന്നിലുള്ള ജ്ഞാനത്തിന്റെയും അറിവിന്റെയും സ്രോതസ്സുകൾ? അതാണ് ലോകത്തിന്റെ ഒന്നായി കൂട്ടായ്മയാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വ പ്രവർത്തനങ്ങളും. അതാണ് എനിക്ക് മനസ്സിലായത്. ഒരാളല്ല. ഈ ഷർട്ട് എന്റേതാണോ? ഈ കണ്ണട എന്റെ പ്രവർത്തനമാണോ? എന്റേതാണോ? ഈ വാച്ച് എന്റേതാണോ? ഞാൻ കഴിച്ച ഭക്ഷണം എന്റേതാണോ? പക്ഷെ നീതി മാത്രം എന്റേതായി കിട്ടണമെന്ന ഇവര് പറയുന്നത്. ഒരു സമൂഹ ജീവിയാണ് മനുഷ്യൻ. ആ സമൂഹ ജീവിയാണ് മനുഷ്യൻ എന്നിരിക്കെ ആ സമൂഹത്തിലെ മുഴുവൻ സമാധാനത്തിനും നീതിക്കും നന്മക്കും വേണ്ടി മനുഷ്യൻ ഓരോരുത്തരും പണിയെടുക്കണം. അങ്ങനെ പണിയെടുക്കുമ്പോൾ ഈ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും നീതി കിട്ടും, ഓരോ വ്യക്തിക്കും സമാധാനം കിട്ടും. അല്ലാതെ എനിക്ക് മാത്രം കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടൂല. ഞാൻ അതാ ചോദിച്ചത്. നമ്മൾ അനുഭവിക്കുന്ന ഏതേത് പ്രവർത്തനങ്ങളിൽ ഏത് വസ്തുവാണ് നമ്മളുടേത് സ്വന്തമായിട്ടുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞാൽ നെഞ്ഞത്തെ കൈവച്ച് സത്യസന്ധമായി പറയും ഏതാണുള്ളത്, ഏതാണ് എന്റേതാണെന്ന് മാത്രം, എന്റെ പ്രവർത്തന ഫലമാണെന്ന് മാത്രം അവകാശപ്പെടാൻ പറ്റിയ ഏതാണുള്ളത്? നമ്മൾ കാലിലണിഞ്ഞ ചെരുപ്പ് മുതൽ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ വസ്തുക്കളും പരിശോധിച്ചിട്ട് ഇത് എന്റേതാണ്, എന്റെ പ്രവർത്തന ഫലമാണ്, എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കിട്ടിയതാണ് എന്ന് പറയാൻ പറ്റുന്ന ഏതാണുള്ളത്? പക്ഷെ നീതി മാത്രം എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് എനിക്കെന്നെ കിട്ടണമെന്ന. അതന്നെ അല്ലേ അള്ള പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ദുരന്തം നിങ്ങൾക്ക് മാത്രമല്ല അനുഭവിക്കേണ്ടി വരിക, സമൂഹത്തിന് മൊത്തം അനുഭവിക്കേണ്ടി വരും. അത്തരം കുഴപ്പങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഖുർആൻ താക്കീത് നൽകിയത് പിന്നെന്താണ്? അപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫീ ഖുലൂബിഹിം മറളുൻ, അവരുടെ മനസ്സുകളിൽ ചില രോഗങ്ങളുണ്ട്. ഫസാദഹുമുല്ലാഹു മറലൻ, അള്ളാഹു ആ രോഗം വർദ്ധിപ്പിച്ചു. അള്ളാഹ്ക്ക് അത് വർദ്ധിപ്പിക്കാഞ്ഞിട്ട് വലിയ ഇതൊന്നുമില്ല, അത് സ്വാഭാവികമാണ്, അത് നൈസർഗികമാണെന്ന് പറഞ്ഞു. അതാണ് അള്ള ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഈ പ്രകൃതിദത്തമായ കാര്യമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥിതി അങ്ങനെയാണ്. ഞാൻ അതിനെ പറഞ്ഞത്, ഒരു ബാക്ടീരിയ, ഒരു വൈറസ് ഒരു ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അതിന് പ്രതിരോധം കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ ദുരന്തം ആ ശരീരം മുഴുവൻ ഏറ്റുവാങ്ങേണ്ടി വരും. അതെന്താ അള്ള ആ ബാക്ടീരിയയെ, വൈറസിനെ ഇല്ലാതാക്കാത്തത്? എന്താ അള്ളയാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. എന്നതുപോലെ തന്നെ ഇവന് അസത്യവും അനീതിയും സത്യത്തെ നിഷേധിക്കുകയും കളവ് മാത്രം പ്രവർത്തിക്കുകയും സത്യത്തെ തള്ളിക്കളയുകയും ചെയ്തതിന്റെ ആ പ്രവർത്തനത്തിൽ നിന്ന് അവൻ പിന്തിരിയാത്തിടത്തോളം കാലം ആ രോഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ ദുരന്തം ലോകം മുഴുവൻ അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് സ്വാഭാവികമാണ്. അതാണ് ദൈവിക നീതി. ദൈവിക നീതി. അതല്ലേ ദൈവിക നീതി? ഞാൻ പറയുന്നത് അതാ ദൈവത്തിന്റെ നീതി. തോന്നിയാസങ്ങൾ മുഴുവൻ, അക്രമങ്ങൾ മുഴുവൻ, പ്രപഞ്ച സത്യത്തെ, ദൈവത്തിന്റെ സത്യങ്ങളെ മുഴുവൻ തള്ളിക്കളഞ്ഞിട്ട് അവന് സർവ്വവിധ ഐശ്വര്യങ്ങളും കിട്ടിയാൽ അത് ദൈവത്തിന്റെ നീതികേടെന്നാ ഞാൻ പറയാം. അതാ ദൈവത്തിന്റെ നീതികേട്.
ആരെന്ത് മനസ്സിലാക്കിയാലും എനിക്ക് പ്രശ്നമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ദൈവത്തിന്റെ നീതികേട്. കാരണം നന്മ പ്രവർത്തിക്കാൻ പിന്നെ പ്രചോദനം എവിടെ? തിന്മ ചെയ്തവനും അക്രമം ചെയ്തവനും അനീതി ചെയ്തവനും സമൂഹത്തിൽ അക്രമങ്ങൾ ചെയ്തവനും ഒക്കെ ഐശ്വര്യം, അവനൊക്കെ അനുഗ്രഹം, അവനൊക്കെ സുഖസമ്പൂർണമായ ജീവിതം. എങ്കിൽ പിന്നെ ദൈവത്തിന്റെ നീതി എന്താണ്? ഒരു ചക്കക്കുരുവെങ്കിലും തൊടു കൊണ്ടുപോയി കുഴിച്ചിടാത്തവനും ചക്ക അങ്ങനെ വെറുതെ ഇങ്ങനെ ഉമ്മർത്ത് വന്ന് വീഴുക. ഇത് കുഴിച്ചിട്ടവനും ചക്ക, രണ്ടാൾക്കും ചക്ക കിട്ടുമെങ്കിൽ പിന്നെ ഇത് കുഴിച്ചിടാൻ ആളെ എവിടുന്നാ കിട്ടുക? ഇത് സ്വാഭാവികമല്ലേ? ഇത് സ്വാഭാവികമാണ്. അതാണ് അള്ളാഹു കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും എന്താ ഈ അള്ള ഇങ്ങനെ ചെയ്യുന്നത്? അത് അള്ളാഹുവിന്റെ വ്യവസ്ഥിതി അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഒരു ജലത്തിന് ഒഴുക്കാനുള്ള വ്യവസ്ഥിതി വെച്ചിട്ടുള്ളത് താഴോട്ടാ. നമുക്ക് കുറച്ചൊക്കെ മുകളിലോട്ട് വിട്ടു നോക്കാം, പക്ഷെ എന്നാലും അത് താഴേക്ക് വരും. വരാതിരിക്കാൻ അതിന് പറ്റൂല. എത്ര ശക്തമായി നിങ്ങൾ മുകളിലോട്ട് വിട്ടോളൂ, എന്നാലും അത് താഴോട്ട് വരും. വരാതിരിക്കാൻ അതിന് പറ്റൂല. അതിന് കൊടുത്ത പ്രകൃതി നിയമം അതാണ്. അങ്ങനെയാണ് അള്ളാഹു അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. ഇനി അടുത്ത വചനം, വൈദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി, നിങ്ങൾ നാട്ടിൽ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കരുത് എന്നവരോട് പറഞ്ഞാൽ, കാലു അവർ പറയും, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഒരു അരാജകത്വം ഉണ്ടാക്കണില്ല, ഞങ്ങൾ പരിഷ്കരണം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ് എന്നവർ പറയും. നമ്മുടെ സമൂഹം ചെയ്യണ തന്നെയാണ് ഈ പണി. ഞാൻ വിശദീകരിച്ചത്, അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന, അറിയുക അവർ തന്നെയാണ് സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കുന്നവർ. വലാകിൻ ലാ യശ്ഉറൂൻ, പക്ഷേ അവർക്കത് അറിയുന്നില്ല. വൈദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ആമിനു, നിങ്ങൾ സമാധാനമുണ്ടാക്കുക, സമാധാനം നൽകുക ലോകത്തിന്, കമാ ആമനന്നാസു, മനുഷ്യരൊക്കെ ചെയ്യുന്നത് പോലെ. കാലു, അപ്പോൾ അവർ ചോദിക്കും, മനൂമിനു കമാ ആമന സുഫഹാഉ, ഈ വിഡ്ഢികളായ ആളുകൾ സമാധാനമുണ്ടാക്കുന്നത് പോലെയാണോ ഞങ്ങൾ ചെയ്യേണ്ടത്? അലാ ഇന്നഹും ഹുമുസ്സുഫാഉ, അറിയുക അവർ തന്നെയാണ് വിഡ്ഢികൾ. വലാകിൻ ലാ യഅലമൂൻ, പക്ഷേ അവർ ഇപ്പോൾ അറിയുന്നില്ല. വൈദാ ലഖുല്ലദീന ആമനു, സമാധാനമുണ്ടാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ അവർ കണ്ടുമുട്ടിയാൽ, കാലു, അവർ പറയും, ആമന്ന, ഞങ്ങളും നിങ്ങളുടെ കൂടെയാണ്. വൈദാ ഖലൗ ഇലാ ശയാത്തീനിഹിം, അവരുടെ ശൈത്താന്മാരടുത്തേക്ക് ചെന്നാൽ, കാലു, അവർ പറയും, ഇന്നാ മാക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങൾ അവരെ പരിഹസിക്കുകയായിരുന്നു. ഇന്ന് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത്. ഇതല്ലാതെ വേറെ എന്താ ലോകത്തിപ്പോ നടക്കണത്? ഇതല്ലാതെ ലോകത്തിപ്പോ വേറൊന്നും നടക്കണില്ല. ഇപ്പൊ ഈ സമാധാനം ഉണ്ടാക്കാനെന്ന് പറഞ്ഞിട്ട് ലോകത്ത് മുസ്ലിങ്ങൾ നടക്കണവർക്ക്, കാല് വെട്ടണതാണെങ്കിലും തല വെട്ടണതാണെങ്കിലും പർദ്ദക്കെതിരുള്ളതാണെങ്കിലും വിദ്യ അഭ്യസിക്കാൻ പറഞ്ഞ കുട്ടിയെ വെടിവെച്ചതാണെങ്കിലും ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾ സമാധാനം ഉണ്ടാക്കണം, ഞങ്ങൾ ഈ സമാധാനത്തിന്റെ വ്യവസ്ഥിതി നടപ്പിലാക്കാനാണ് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇറങ്ങിയ പോലുണ്ട്, ഇപ്പൊ ഒരു ദൂതൻ വന്നതുപോലുണ്ട്. ഇപ്പൊ ഈ ആയത്ത് വന്ന് പറയും ഓല് ഇതിന് കാശും ഇതിന് പണവും ആയുധവും സർവ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്തയച്ച ആളുകളുടെ അടുത്ത് ചെന്നിട്ട് പറയാണ്, ഞങ്ങൾ ഓലെ പരിഹസിക്കുകയാണ്, ഞങ്ങൾ നിങ്ങളൊപ്പം തന്നെയാണ്. ഇതിന് കാശ് കൊടുക്കണേ, ഇസ്രായേൽ കാശ് കൊടുക്കുന്നുണ്ട്, അമേരിക്ക കാശ് കൊടുക്കുന്നുണ്ട്, ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്, മറ്റ് സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏതേത് ആളുകൾ കമ്പനിക്ക്, ഇതാണ് ശൈത്താന്മാര്. അല്ലാതെ ശൈത്താനങ്ങൾ തെരഞ്ഞിട്ട് വേറെ ഏതോ ഒരു ജന്തു ലോകത്തല്ല ശൈത്താന്മാര്, നമുക്കിടയിൽ തന്നെയാണ് ശൈത്താന്മാര്. അപ്പൊ ഇത്തരം പിശാചുക്കളുടെ അടുത്തേക്ക് അവർ ചെന്നാൽ അവർ പറയും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ്, ഞങ്ങൾ അവരെ പരിഹസിക്കുക മാത്രമാണ്. ഇതന്നെയല്ലേ ഇന്ന് ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും? ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ മുഴുവൻ ഇത് തന്നെയാണ്. ഇനി ഒന്ന് രണ്ട് ആയത്തുകൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, അല്ലാഹു അവരെ പരിഹാസ്യരാക്കുന്നു. ഇനി ഇതിലടങ്ങിയിരിക്കുന്ന ഭാഷകളൊക്കെ ഞാൻ പിന്നൊരു സന്ദർഭത്തിൽ വിശദീകരിച്ചു തരാം. ഇന്ന് ഞാൻ ഭാഷ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല നിങ്ങൾക്ക്.
അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, അല്ലാഹു അവരെ പരിഹാസ്യരാക്കുകയാണ്. വയമുദ്ദുഹും, ഉന്നതമായ കാര്യം പറയുമ്പോൾ മോശപ്പെട്ട പ്രവർത്തികൾ ചെയ്താൽ അത് സത്യത്തിൽ അവർ ഈ സത്യത്തെയും അള്ളാഹുവിനെയാണ് പരിഹസിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ പരിഹാസ്യരാവുന്നത് അവരെന്നെയാണ്. ഇപ്പൊ ഞാൻ ഈ ഉന്നതമായ കാര്യങ്ങൾ പറയുന്ന നമ്മളാണല്ലോ, ഉന്നതമായ വിഷയങ്ങൾ പറയുന്ന. ഇപ്പൊ നമ്മുടെ തന്നെ മാസിക മോശപ്പെട്ട കാര്യങ്ങളാണ്, നമ്മുടെ ക്ലാസ്സുകൾ, നമ്മുടെ മാസികകൾ, നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ. ഉന്നതമായ കാര്യങ്ങൾ പറയേണ്ട സ്ഥാനത്ത് വളരെ നികൃഷ്ടവും നീചവും വഷളൻ കാര്യങ്ങളും മറ്റുള്ളവരെ കുറ്റവും മറ്റുള്ളവർക്ക് ദ്രോഹകരമായ കാര്യങ്ങളും മാത്രമാണ് എഴുതുന്നതെങ്കിൽ ആത്യന്തികമായി ഇവർ സമൂഹത്തിൽ വഷളായ ചെയ്യുന്നത്. പ്രത്യക്ഷത്തിൽ തോന്നും നമുക്ക് നമ്മളും വഷളാക്കിയല്ല, പക്ഷേ ഒരു ഉദാഹരണം എനിക്ക് പറയാൻ പറ്റൂല. അങ്ങനത്തെ ഞാൻ ഇപ്പൊ ഇങ്ങനെ നല്ല ഉന്നതമായ ഒരു കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മോശപ്പെട്ട ഒരു പ്രവൃത്തി ഞാനിവിടുന്ന് ചെയ്താൽ ആത്യന്തികമായി വഷളായത് ഞാൻ തന്നെയാണ്. ആ പ്രവൃത്തി ഏതാന്ന് ഞാൻ പറയുന്നില്ല, അതാണ് അവരെ പരിഹാസ്യരാക്കുക ചെയ്യാം. ഞാനിവിടെ ഉന്നതമായ ഒരു കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളായ നിങ്ങൾക്ക് പഠിപ്പിച്ചും വിശദീകരിച്ചും മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് അതാണല്ലോ ഞാൻ എപ്പോഴും പറയുന്നത്, ഉന്നതമായ കാര്യം പറയുമ്പോൾ വ്യക്തികളെടുത്തിട്ട് നമ്മൾ പറയേണ്ടതില്ല. അവരിങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, മറ്റാളിങ്ങനെയാണ്, അബൂക്കർ ഇങ്ങനെയാണ്, സയ്യിദലവി ഇങ്ങനെയാണ്, മുഹമ്മദ് ഇങ്ങനെയാണ്, ബഷീർ ഇങ്ങനെയാണ്. അങ്ങനെ പറയുമ്പോൾ സത്യത്തിൽ ഇവർ പരിഹാസ്യരാകുക ചെയ്യുന്നത്. നമ്മൾ ഏതൊരാളെ പരിഹസിക്കാൻ ഉദ്ദേശിച്ചിട്ടാണോ പറയുന്നത് അവർ പരിഹസിക്കപ്പെടുകയല്ല. ഈ ചെയ്യുന്ന ആളുകളാണ്, ഈ പ്രവൃത്തി ചെയ്യുന്ന ആളുകളാണ് പരിഹാസ്യരാകുന്നത്. അത് വലിയൊരു പോയിന്റാണ്. അത് നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണത്. ഉന്നതമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ താൽക്കാലികമായി സമൂഹത്തിന് നന്മ ചെയ്യുമ്പോൾ താൽക്കാലികമായി അവർക്ക് പെട്ടെന്ന് ബെനിഫിറ്റോ ഗുണമോ കണ്ടിട്ടില്ലെങ്കിലും ആത്യന്തികമായി അവർ അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവർ വിലമതിക്കപ്പെടുക തന്നെ ചെയ്യും. ഇതാണ് അള്ളാഹു പരിഹാസ്യരാക്കുകയാണെന്ന് പറഞ്ഞാൽ അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളെ പരിഹാസ്യരാക്കുകയാണ് ചെയ്യുന്നത്. ഒരു തിന്മയോ അക്രമോ സമൂഹത്തിന് ദോഷകരമായോ പ്രവൃത്തിയോ നന്മ പ്രവർത്തിക്കേണ്ടതിന് പകരം അത് ചെയ്യുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുക അത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുമെന്നാണ്. പക്ഷെ ആത്യന്തികമായി സമൂഹത്തിൽ നമ്മൾ പരിഹാസ്യരാവുകയാണ് ചെയ്യുന്നത്. അതാണ് അള്ളാഹു അവരെ പരിഹാസ്യരാക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതന്നെയല്ലേ ലോകത്ത് പരിഹസിക്കപ്പെടല്ലേ. ഈ പ്രത്യയശാസ്ത്രം പരിഹസിക്കപ്പെട്ടു. അതുകൊണ്ട് ഇസ്ലാം മാത്രമല്ല ഈ അക്രമവും അനീതിയും അസമാധാനവും ലോകത്ത് പ്രവർത്തിക്കുക മുഖേന ഇസ്ലാം മാത്രമല്ല പരിഹസിക്കപ്പെടുന്നത്. ഇത് ചെയ്ത വ്യക്തികൾ മാത്രമല്ല പരിഹസിക്കപ്പെട്ടത്. ഇത് ചെയ്യിക്കുന്നവന്റെ ലക്ഷ്യം അതാണ്. ഒരു ലക്ഷ്യം അതാണ്. രണ്ട് ലക്ഷ്യമാണ് അതിന്റെ പിന്നിലുള്ളത്. ഒന്ന്, ഖുർആനോ ഇസ്ലാമോ ലോകത്ത് ചർച്ച ചെയ്യപ്പെടരുത്, അത് പരിഹാസ്യമായി ലോകത്ത് നിലനിൽക്കണം. രണ്ട്, ഈ ആയുധ കച്ചവടം നടക്കണം. ഇറാഖ് കുവൈത്ത് യുദ്ധം ഉണ്ടായപ്പോ അന്ന് ഞാൻ പറഞ്ഞു യുദ്ധം ഉണ്ടാവൂല, യുദ്ധം സാർവത്രികമായൊരു യുദ്ധം ലോകത്തുണ്ടാവൂല, ഇനി ഉണ്ടാവൂല. അതെന്താ? അപ്പത്തിന് ബോംബോ മിസൈലും മറ്റതൊക്കെ വിട്ടു. നിങ്ങൾ പറഞ്ഞത് എവിടെ എത്തി? ഞാൻ പറഞ്ഞു ലോകത്തിന് മൊത്തത്തിന് ഒരു 10 അല്ലെങ്കിൽ 1 2 3 ലക്ഷം ആളുകളെ കൊന്നു വരും. ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള യുദ്ധം നടക്കൂല. കാരണം ഈ വസ്തു വാങ്ങാനുള്ള ആളുകളെ നിലനിർത്തിക്കൊണ്ടുള്ള യുദ്ധമേ ലോകത്ത് നടക്കൂ. പൂരപ്പറമ്പിലെ ഈ ബൊമ്മ വെക്കണ പണിയാണ് ആയുധ കമ്പനികൾ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. കാരണം കുട്ടികളെ കാണിച്ചുകൊണ്ട് ഇതിനെ പൂതിപ്പെടുത്താനില്ല. 2-3 പടക്കങ്ങളെ അവർ പൊട്ടിക്കൂ. ലോകത്തെ മുഴുവൻ ഇസ്ലാമിക ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന രൂപത്തിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ യുദ്ധങ്ങൾ ഉണ്ടാക്കൂല. ഇത് വാങ്ങാൻ ആളെ കിട്ടണ്ടേ? അപ്പോ ഈ ട്രെയിനിൽ പോകുമ്പോ സാധനം വിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അത് ആ ട്രെയിനിനെ മുഴുവൻ നശിപ്പിക്കുന്ന രൂപത്തിൽ അവരൊന്നും ചെയ്യൂല.
അവരുടെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കപ്പെടാൻ ആളുകളെ നിലനിർത്തുന്ന രൂപത്തിലുള്ള യുദ്ധങ്ങളെ ഇനി ലോകത്തുണ്ടാവൂ എന്നുള്ള ഈ സത്യം ലോകം തിരിച്ചറിയണം. ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ആയുധ കമ്പനികളുടെയും മറ്റ് പല പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെയും ആസൂത്രിതമായ പ്രവർത്തനത്തിന്റെ ദുരന്തം അവർ ഇത് ചെയ്യുന്ന ഇതിന്റെ ചട്ടുകങ്ങളോ ആയുധങ്ങളോ ആയി മാറുന്ന ആളുകൾ മാത്രമല്ല ലോകത്തിന്റെ മുന്നിൽ പരിഹാസ്യരാകുന്നതും എതിർക്കപ്പെടുന്നതും, മറിച്ച് ആരും കൂടിന്റെ ഒരു പ്രത്യയശാസ്ത്രം കൂടി ഇതിന്റെ പേരിൽ പരിഹസിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ചെയ്യുകയാണ് എന്ന ഒരു പിന്നിലെ ഒരു സങ്കടവും കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. എന്നിട്ട് യമുദ്ദുഹും അവരെ നീട്ടിയിടുകയും ചെയ്യും. ഫീ തുഗയാനിഹിം അവരുടെ അക്രമങ്ങളിൽ യഅമഹൂൻ അത് തുടരാൻ വേണ്ടിയിട്ട് അവരുടെ അക്രമങ്ങളിൽ തുടരാൻ അവരെ അള്ളാഹു നീട്ടിയിടുകയും ചെയ്യും. അതും സ്വാഭാവികമാണ്, ഒക്കെ സ്വാഭാവികമാണ്. നമുക്ക് ഞാൻ മുമ്പ് പഠിക്കുമ്പോഴൊക്കെ വിചാരിച്ചിരുന്നു, ഒക്കെ എന്താ ഈ അള്ള എന്നെ ചെയ്യുന്നത്? പോലെ അക്രമത്തിൽ നീട്ടിയിടുന്നതും അല്ല, ശിക്ഷ വർദ്ധിപ്പിക്കുന്നതും അല്ല, രോഗം വർദ്ധിപ്പിക്കുന്നതും അല്ല, മൂടി ഇടുന്നതും അല്ല, ഇങ്ങോട്ട് കൊണ്ടുപോയി നരകത്തിൽ ഇടുന്നതും അല്ല. അന്നൊക്കെ എനിക്ക് ഈ അള്ളാന് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയിരുന്നു. എന്നിട്ട് ഇതേ അള്ളാനെ തന്നെ കാരുണ്യവാനാണെന്നും പറയാം. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇത് ഭയങ്കര പ്രശ്നമാണല്ലോ ഈ കിതാബ്. ഒക്കെ തുടക്കം തന്നെ ഇതാ കണ്ടിരുന്നത് പഠിക്കുന്ന കാലത്ത്. തുടക്കത്തിൽ തന്നെ ഇതാ രോഗമുണ്ട്, അള്ള രോഗം വർദ്ധിപ്പിക്കുക, മൂടി ഇടുന്നതും അല്ല, സീല് വെക്കുന്നതും അല്ല, ശിക്ഷ കൊടുക്കുന്നതും അല്ല, അക്രമത്തിൽ നീ അക്രമത്തിൽ പോയിക്കോളിന്ന് പറയുന്നതും അല്ല. ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഈ അള്ള ഭയങ്കര അള്ള തന്നെയാണ്. ഈ അള്ളയാണെങ്കിൽ ഇല്ലാതിരിക്കുകയായിരുന്നു നല്ലത് എന്നിങ്ങനെ തോന്നിയിരുന്നു പഠിക്കുന്ന ആൾ. സത്യമാണ് പറയുന്നത്, ഈ അള്ളയാണെങ്കിൽ ഇല്ലാതിരിക്കുകയാണല്ലോ ഇപ്പൊ നല്ലത്. പിന്നെ ഇപ്പൊ മനസ്സിലായി ഇത് സംഗതി ശരിയല്ലേ. ഇപ്പൊ ഞാന് കോഴിക്കോട്ടേക്ക് പോകേണ്ട ആള് ഞാന് എറണാകുളത്തേക്ക് വണ്ടി കയറിയ വണ്ടി അങ്ങോട്ട് തന്നെ പോകുള്ളൂ. ഇത് സ്വാഭാവികമാണ്. ഇത് അള്ള അത് പ്രകൃതി നിയമം അങ്ങനെ പറ്റുള്ളൂ. അള്ളാക്ക് എന്താ പോയിന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ പറ്റുള്ളൂ. ഞാൻ ഇപ്പൊ കോഴിക്കോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടാ രാവിലെ ഇറങ്ങിയത്. കേറിയാലോ എറണാകുളത്തേക്കുള്ള വണ്ടി അല്ലെങ്കിൽ കോയമ്പത്തൂർക്കുള്ള വണ്ടിയിലാണ് കയറിയത്. എന്നിട്ട് ഞാൻ ഈ കോഴിക്കോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നടക്കൂല പരിപാടി എന്നല്ല പറയണത്. അത് അള്ളാഹുവിന്റെ സ്വാഭാവികതയാണ്. നടക്കുമോ സംഗതികൾ പറയും? നടക്കുമോ? എങ്ങനെ നടക്കുന്ന പറയണത്? ഇവന് അക്രമത്തിന്റെ വണ്ടി കയറിയേ, അക്രമത്തിന്റെ വണ്ടിയിൽ ഈ ആള് കയറി. ഇനി ഈ വണ്ടി വിടുകയല്ലാതെ പോകാൻ നിവർത്തിയില്ല. അതുണ്ടല്ലോ ദാരിദ്ര്യം കൊണ്ട് ചില ആളുകൾ ഈ ഇതില് കൊട്ടേഷൻ സംഘത്തിലും മറ്റേതിലൊക്കെ പോയിപ്പെടും. ദാരിദ്ര്യം കൊണ്ടോ പെട്ടെന്ന് സമ്പന്നനാകാനുള്ള മോഹം കൊണ്ടൊക്കെ കടം പോയിപ്പെടുക. ആ വണ്ടി കയറി മൂപ്പര് ഇനി ആ വണ്ടി വിട്ട് മുന്നോട്ട് പോകല്ല, നിവർത്തിയില്ല. ഇനി അവന് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതും അള്ള വെച്ചിട്ടുണ്ട്, അതും വെച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഇനി ആ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നെ വിടും. പക്ഷെ ഈ വണ്ടി പോകുന്നിടത്തോളം കാലം കോയമ്പത്തൂർക്ക് തന്നെ എത്തുള്ളൂ. അതിന് ഇറങ്ങാനുള്ള വിദ്യ അല്ലാഹു വേറെ പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ലേ ഇവിടുത്തെ നിയമം? ഇങ്ങനെ തന്നെയല്ലേ? ഒരു പുഴയിൽ ഒരു വസ്തു വീണാൽ അത് കടലിലേ എത്തൂ. അത് ആത്യന്തികമായി ഒഴുകി കടലിലേ എത്തൂ. ആ കടലിൽ പോയി ലയിക്കാനേ ചേരാനേ അതിന് പറ്റൂ. ഇനി ആരാ ഇനി അതിനെ ഹിമാലയത്തിലേക്ക് കയറ്റുക? കാരണം അതിന്റെ ഒഴുക്ക് അങ്ങോട്ടാണ്, അതിന് വെച്ച വ്യവസ്ഥിതി അങ്ങോട്ടാണ്. ആ പുഴ എന്ന് പറയുന്ന ജലത്തിന് താഴോട്ട് ഒഴുകാനേ പറ്റൂ. അതിൽ വീണ വസ്തുവിനെ ഇനി ഹിമാലയത്തിന്റെ മുകളിൽ കൊണ്ട് എത്തിക്കാൻ അതിന് വെച്ച പ്രകൃതി പറ്റൂല. കാരണം അങ്ങനെ പ്രകൃതി വെച്ച ഈ പ്രപഞ്ചം പിന്നെ ഒരു സെക്കൻഡ് പോലും ഈ പ്രപഞ്ചം പിന്നെ ഇല്ല. പിന്നെ ഒരു സെക്കൻഡ് ഈ പ്രപഞ്ചം പിന്നെ ഇല്ല. എഴുതി വെച്ചോളൂ, ഈ പ്രകൃതിക്ക് ഈ അള്ളാഹു വെച്ച ഈ പ്രകൃതി നിയമങ്ങൾക്ക് വിപരീതമായി ഈ പ്രപഞ്ചം ഒരു സെക്കൻഡ് പ്രവർത്തിച്ചാൽ പിന്നെ ഈ ലോകമില്ല. ലോകം നിശ്ചലമാവും, ലോകം നശിക്കും. പിന്നെ ലോകത്തിന് നിലനിൽക്കാൻ കഴിയില്ല.
അത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഈ വൈദ്യുതി മാത്രം അതിന് വെച്ച വ്യവസ്ഥിതി 1 സെക്കൻഡ് ലംഘിച്ചാൽ മതി. ഞാൻ നിങ്ങളൊക്കെ കാണാം വെറും കരി, ലോകം കാണാൻ കരിക്കട്ടായിട്ടുണ്ടോ, ലോകം മുറ നശിച്ചു നാരായോ. അത് ചെയ്യാൻ പറ്റൂല അള്ളാഹ്ക്ക്. ഇതിലും വലിയ കാരുണ്യവാൻ എന്താ? പടച്ച തമ്പുരാൻ ഇതിനേക്കാളും വലിയ കാരുണ്യം ഇനി ലോകത്ത് ചെയ്യാനില്ല കേട്ടോ. ഈ കറണ്ടിനോട് ആരാ പറഞ്ഞത് പിന്നെ ഇതിനൊന്നും പോകണ്ടാന്ന്? 1 സെക്കൻഡ് മൂപ്പര്, 1 മിനിറ്റ് മൂപ്പര് ഞാൻ അള്ളാഹിനെ ധിക്കരിക്കാമെന്ന് അള്ളാഹു വെച്ച വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു പണിയെടുത്താൽ മതി. വെള്ളം തീരുമാനിച്ചാൽ മതി. 5 മിനിറ്റ് വെള്ളം, ഈ ലോകത്തുള്ള ജലം മുഴുവൻ 2 മിനിറ്റ് തീരുമാനിക്കാൻ ഞങ്ങൾ മോളിലേക്ക് പോകുകയാണ് എന്ന് തീരുമാനിച്ചാൽ മതി. ഈ ലോകത്തിന്റെ 3/4 ഭാഗം വെള്ളമാണ്. 5 മിനിറ്റ് തീരുമാനിച്ചാൽ മതി. ഈ ഭൂമി, ഈ പ്രപഞ്ചം മുഴുവൻ ജലത്തിലാണ്. ഞാൻ വെറുതെ വന്നതല്ല. ലോകം മുഴുവൻ നശിക്കുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല. അള്ളാഹ്ക്ക് ഇങ്ങനെയല്ലാതെ വ്യവസ്ഥിതി വെക്കാനേ പറ്റൂല. ഇങ്ങനെയല്ലാതെ വെക്കാൻ പറ്റൂല അള്ളാഹ്ക്ക്. എനിക്ക് അള്ളാഹിന്റെ കാരുണ്യം ഓരോ വചനം വായിക്കും തോറും ദൈവത്തിന്റെ പടച്ച തമ്പുരാന്റെ കാരുണ്യത്തിന്റെ അങ്ങേ അറ്റം മനസ്സിലാക്കാനല്ലാതെ അതിനെ തള്ളിക്കളയാൻ കഴിയുന്നേയില്ല. ഈ അള്ളാഹുവിനെ, ഈ പരമമായ സത്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടല്ലാതെ ഈ പ്രപഞ്ചത്തിൽ സമാധാനവും നീതിയും കൊണ്ടുവരാൻ കഴിയുമെന്ന് എന്റെ തുച്ഛമായ അറിവ് കൊണ്ട് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിയില്ല മക്കളെ, എന്റെ സഹോദരങ്ങളെ, കഴിയില്ല. ഇത് ഇങ്ങനെയല്ലാതെ എനിക്ക് ഇതിനപ്പുറത്ത് പറഞ്ഞു തരാനൊക്കെ എനിക്ക് കഴിയും. പക്ഷെ ഇന്ന് എന്റെ സാഹചര്യം എന്തുകൊണ്ടോ ഒരു ഒഴുക്ക് കിട്ടണില്ല. എനിക്കെന്നെ നിങ്ങൾ പരിപൂർണമായി നിങ്ങൾ ആഗ്രഹിച്ച രൂപത്തിൽ എനിക്ക് വിശദീകരിച്ച് തരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം. അതാണ് അള്ളാഹു എന്തിനാ ഇങ്ങനെ പരിഹസിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അള്ളാഹു തിന്മകളും അക്രമങ്ങളും അനീതികളും ഈ ദ്വന്ദ്മുഖങ്ങൾ കാണിക്കുന്ന ആളുകൾ സമൂഹത്തിൽ അവരുടെ സ്വാഭാവികമായ പരിണാമം പരിഹാസ്യരാക്കുക എന്നുള്ളതാണ്. അത് സ്വാഭാവികമായ വ്യവസ്ഥിതിയാണ്, അല്ലാതെ വെക്കാൻ പറ്റൂല. അല്ലാതെ എങ്ങനെ വെക്കാനാ പറ്റുക? അവർക്ക് സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം ഇപ്പൊ നമുക്ക് 1-2 വ്യക്തികളെ ചൂണ്ടിയിട്ട് അവർ പറയുന്നത് ഓർക്ക് സ്വർഗല്ലേ എന്ന്. എന്താ സ്വർഗത്തിന്റെ മാനദണ്ഡം എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്കറിയില്ല. ചിലര് 100 വയസ്സ് വരെ ജീവിക്കുന്നതാ സ്വർഗം എന്നാ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു 100 വയസ്സ് വരെ ജീവിക്കുന്നതല്ല സ്വർഗം. ഇപ്പൊ ഇവിടെ തന്നെ പറഞ്ഞില്ലേ, ഈസാ നബി 30-32 വയസ്സ് എത്ര ജീവിച്ചത്? വിവേകാനന്ദൻ എത്ര വർഷം ജീവിച്ചത്? ലോകം എന്നും ചർച്ച ചെയ്യാണ്. 80-ലും 85-ലും മരിച്ച വലിയ ആലിമീങ്ങൾ കേരളത്തിലുണ്ടല്ലോ. പക്ഷെ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നത് ആരാ? ചരിത്രം ജന്മം കർമ്മമാക്കി മാറ്റിയ മനുഷ്യരെ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ബാക്കി ആരാ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾ പറയും. മഹാത്മാഗാന്ധിജി തന്റെ ഭാര്യയുടെ മടിയിൽ കിടന്ന് കൊക്കിക്കുരച്ച് വാദം പിടിച്ച് മരിച്ചിരുന്നുവെങ്കിൽ ലോകം ചർച്ച ചെയ്യപ്പെടുമോ? ഇത്ര ചർച്ച ചെയ്യപ്പെടൂല, എന്തായാലും ഉണ്ടാവില്ല. ആളുകളെ വിചാരം സുഖം 10-20, കേരളത്തിലൊരു 10-20 ലക്ഷം ആൾക്കാരും കുറച്ച് വിവരമില്ലാത്ത ആൾക്കാരും ഇൻകിലാബ് വിളിക്കാനും ഒരു കാറും 4 കാറും ഉണ്ടെങ്കിൽ അതാ സ്വർഗം എന്ന ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് സ്വർഗത്തിന്റെ മാനദണ്ഡമായി കണ്ടുകൊണ്ടാണ്. ഇതിനെ നിഷേധിക്കുന്നവർക്കല്ലേ സ്വർഗം ഇപ്പോഴും നോക്കി എവിടെ അതൊക്കെ നിലനിന്നിക്കുന്നത്? അത് ഞാൻ നിങ്ങൾക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ 100 കോടീശ്വരന്മാർ മീറ്റിംഗ് കൂടി. ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 50 കൊല്ലം കഴിഞ്ഞിട്ട് അതേ കോടീശ്വരന്മാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോൾ ഒറ്റ ആളില്ല, ഒക്കെ പാപ്പരായിക്കുന്നു. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയതാണ്. അതിൽ ഒരു അമേരിക്കയുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്. 50 കൊല്ലം കൊണ്ട് ലോകം മാറി മറിഞ്ഞു. നമ്മുടെ നാട്ടിൽ തന്നെ വലിയ ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയായിരുന്നു, വേണ്ടോന്ന് എനിക്കറിയില്ല. വലിയ നമ്പൂതിരിമാരും വലിയ ഇല്ലത്തിൻ്റെയും ആളുകൾ, ഭാര്യമാരും നമ്പൂതിരിമാരും വലിയ ഇല്ലത്തിന്റെ കോടീശ്വരന്മാരായിരുന്നു, ജന്മിമാരായിരുന്നു. ഇന്ന് ആ ഇല്ലത്തെ പിന്നെ പട്ടിക വരെ വിറ്റിട്ട്, ഓട് വരെ വിറ്റിട്ടാണ് ഓരോ ഇല്ലങ്ങളിൽ ആളുകൾ ജീവിക്കുന്നത്. മറിഞ്ഞുകൊണ്ടിരിക്കും.
ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷം വരുന്ന ലോക ചരിത്രത്തിൽ ഇതൊക്കെ വളരെ ഈ 50, 20, 30 കൊല്ലം എന്നൊക്കെ പറയുന്ന വളരെ ചെറിയ നിസ്സാരമായ കൊല്ലാണ്. ഈ കൊല്ലത്തെ വിലയിരുത്തിക്കൊണ്ടാണ് സ്വർഗവും നരകവും നമ്മൾ വിലയിരുത്തുന്നത്. ഇതല്ലേ സ്വർഗം? ഇന്നെ എന്നോട് പറഞ്ഞു, എൻ്റെ അനിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, തുടക്കത്തിൽ പറഞ്ഞല്ലോ, എന്നാണ് ഈ സ്വർഗത്തിലേക്ക് തിരിച്ചു പോവുക. ഞാൻ പറഞ്ഞു, ആദം നബി ഇറങ്ങി വന്നത് അവിടുന്നാണ്, അവിടേക്ക് ലോകം എന്ന് തിരിച്ചെത്തുമോ എന്ന് പറയാനൊന്നും ആവില്ല. തിരിച്ചെത്തിയാൽ അവർക്ക് നല്ലത്. അതിന്റെ തുടർന്ന് 2-3 വചനത്തിന് ശേഷം അള്ളാഹു പറഞ്ഞു, ഈ വചനങ്ങളെ ഒരാൾ തള്ളിക്കളഞ്ഞാൽ ഉലൈക ഹും അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, അവര് ആ നരകത്തിൽ ശാശ്വതരുമായിരിക്കും. അതല്ല, ഈ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സമാധാനപൂർണമായ ജീവിതം നയിച്ചാൽ നിങ്ങൾക്ക് പേടിക്കണ്ട, സങ്കടപ്പെടണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോന്ന ആ സ്വർഗത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാം. മൊബൈലിനോട് ചോദിച്ചത് എപ്പോഴാ സ്വർഗത്തിലേക്ക് എത്തുക? ഞാൻ പറഞ്ഞു, അല്ല പറഞ്ഞിട്ടുണ്ട് ഉപാധി, അത് ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് തിരിച്ചെത്താം. അപ്പോ അള്ളാഹു പരിഹസിക്കുക, അള്ളാഹു രോഗം ഉണ്ടാക്കുക, അള്ളാഹു ശിക്ഷിക്കുക, അള്ളാഹു സീല് വെക്കുക, അള്ളാഹു മുദ്രയടിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രകൃതി നിയമം അതാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന പോലെ തന്നെയാണ് അള്ളാഹു സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു കൊണ്ടുവന്ന് നമ്മുടെ പോക്കറ്റിൽ കായിട്ട് തരൂല, അരി വാങ്ങിത്തരൂല, നമുക്ക് വീട് വെച്ച് തരൂല, ഭൂമിയിൽ നീതി നടപ്പാക്കി തരൂ. ഇവർ പറയുന്ന നീതി മാത്രം അള്ള നടപ്പാക്കി തരണമെന്നാ. ഞാൻ അവരോട് ചോദിച്ചു, വീട് കെട്ടിത്തരുമോ അള്ള? അതില്ല. ഭക്ഷണം കൊണ്ടുവന്നു തരുമോ? അതില്ല. മരുന്ന് കൊണ്ടുവന്നു തരുമോ? അതില്ല. റോഡ് വെട്ടിത്തരുമോ? അതില്ല. വേറെ ഏതെങ്കിലും അള്ള ചെയ്തു തരുമോ? അതില്ല. പക്ഷെ അള്ളാന്റെ പൂർണ്ണ നീതി അത് അള്ള എന്നെ നടപ്പിലാക്കണം. ഈ പരിപാടി മാത്രം നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. നിങ്ങൾക്ക് നീതി കിട്ടണില്ലെങ്കിൽ നിങ്ങൾ പരലോകത്ത് കാത്തുന്നോളി, എനിക്ക് പ്രശ്നമല്ല, എനിക്കൊട്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇതിൽ കണ്ടതേ പറയാൻ പറ്റുള്ളൂ, ഇതിൽ ഇത്രയാണ്. എന്നിട്ട് പറയണം, ഉലായിക്കല്ലതീന സ്ഥറവുല്ലാലത്ത, ഇവരുടെ ബിസിനസ് ലാഭമില്ലാത്ത ബിസിനസ്സാണ്. സന്മാർഗത്തെ മാർഗദർശനത്തിന് പകരം വഴികേടിനെ വിലക്ക് വാങ്ങിയവരാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് കോഴിക്കോടാണ് എൻ്റെ വഴി, പക്ഷെ കോയമ്പത്തൂർക്കാണ് ഞാൻ പോയത്. വഴിക്ക് പകരം വഴികേട് വില കൊടുത്തു വാങ്ങിയവരാണ് അവർ. ഫമാ റബിഹത് തിജാറത്തുഹും, അവരുടെ ബിസിനസ് ലാഭകരമല്ല, അവരുടെ ബിസിനസ് കച്ചവടം ലാഭകരമല്ല. ഇത് കച്ചവടം തന്നെ പറയുന്നത്. ഞാൻ അതിശയിച്ചു പോയി. പടത്തമ്പുരാനെ, ഇന്ന് ഇറങ്ങിയ ആയത്താണല്ലോ ഇത്. ഈ ആയുധ കമ്പനിക്കാരൊക്കെ നടത്തുന്നത് കച്ചവടമാണ്. ഈ കച്ചവടം ലാഭമല്ല. എന്താ പോയിന്റ്? ഈ കച്ചവടം ലാഭമല്ല. ഓല വിചാരം ഇത് ലാഭമാണെന്നാണ്. ആയുധ കമ്പനികൾ മുഴുവൻ നടത്തുന്ന ലോകത്ത് വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കെമിക്കലുകളും മാരകമായ വിഷാംശങ്ങൾ കലർന്ന കെമിക്കലും ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും ആയുധങ്ങളും മുഴുവൻ വിറ്റഴിക്കപ്പെടുന്നത് ഇത് ലാഭമല്ല. അവരുദ്ദേശിക്കുന്നത് ഇത് ലാഭമാണ് എന്നാണ്. ഇത് താൽക്കാലികമാണ്. ഈ ആയുധം ഇവന് നേരെ തന്നെ തിരിയുന്ന ഒരവസ്ഥ വിശേഷം വരും. അതല്ലേ പെഷവാറിൽ കണ്ടത്? അല്ലേ? ആ സൈനികന്മാരുടെ തന്നെ അവരെന്നെ പോറ്റി വളർത്തിയ തീവ്രവാദികളാണ് അവര്. അല്ലേ? അവർക്ക് നേരെ തന്നെ തിരിഞ്ഞു. അത് എല്ലാവരും അല്ലട്ടോ, നിരപരാധികളുടെ കുട്ടികളും അതിൽ പെട്ടുക്കുന്നു. അത് മറക്കാൻ പെഷവാറിലെ ആ സൈനിക ക്യാമ്പിൽപ്പെട്ട കമാൻഡർമാരും അവര് വളർത്തിയെടുത്ത തീവ്രവാദികൾ തന്നെയാണ് അവരുടെ കുട്ടികൾക്ക് നേർക്ക് തന്നെ ഈ ആയുധം തിരിച്ചത്. ഒരു കാലഘട്ടത്തിൽ ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആയുധങ്ങൾ മുഴുവൻ ഒരു കാലഘട്ടത്തിൽ ഈ കമ്പനികളുടെ, അത് പാരീസിലെ രാജ്ഞിയായാലും ശരി, ഏതെങ്കിലും മതത്തിന്റെ മേലധികാരിയായാലും ശരി, ഏതെങ്കിലും രാഷ്ട്രമായാലും ശരി, പേര് ഞാൻ പറയുന്നില്ല, അതുകൊണ്ടാണ് ഞാനാണ്, ഏതെങ്കിലും മതത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ 12 ആയുധ കമ്പനിയാണ് പറഞ്ഞത്. അയാൾക്ക് പേര് ഞാൻ പറയുന്നില്ല, ഒരു മതത്തെടുത്ത് പറയണില്ല. അവരാണെങ്കിലും ശരി, ഇന്ന് ഒരു സമുദായത്തിന് നേർക്കും കേവലം ചില രാജ്യങ്ങൾക്ക് നേർക്കുമാണ് ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഇത് തിരിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷം ഒരിക്കലുണ്ടാവും. അന്നേ ഈ കച്ചവടം ലാഭകരമല്ല എന്ന് ജനത തിരിച്ചറിയുകയുള്ളൂ.
ഈ കച്ചവടം ലാഭകരമല്ല. ഇത് കച്ചവടം ലാഭകരമല്ല. ഇന്ന് അതുകൊണ്ടാണല്ലോ ഒരു എൻഡോസൾഫാൻ തെളിക്കാത്ത ഒരു കറിവേപ്പിലെങ്കിലും കിട്ടാൻ നിവൃത്തിയില്ല. കാരണം ഇത് തിരിച്ചു വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഇത് തിരിച്ചു വരാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാനാണ് പറഞ്ഞത്. ആദ്യം ഇതിന് പരമാവധി ഉൽപാദനം ഉണ്ടാക്കി എനിക്ക് കാശുണ്ടാക്കാമെന്നായിരുന്നു. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കറിവേപ്പിലയാണ് വിൽക്കുന്നതെങ്കിൽ അതിന് എൻഡോസൾഫാൻ തെളിച്ച് ഞാൻ നിങ്ങൾക്ക് തരുന്നതെങ്കിൽ 1000 വസ്തുക്കൾ ഞാൻ വാങ്ങുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ ഇതുപോലെ വിഷം കലർന്ന മരുന്നുകൾ തെളിച്ചാണ് എനിക്ക് തരുന്നതെങ്കിൽ അതിന്റെ ദുരന്തം എനിക്ക്. അതാണ് ഈ കച്ചവടം ലാഭമല്ല. നോക്കി നിങ്ങൾ, അവരുടെ കച്ചവടം ലാഭകരമല്ല. ഇതിൽക്കും വലിയ ലോക നന്മക്ക് വേണ്ടി, ലോകത്തിന്റെ നന്മക്ക് വേണ്ടി ഖുർആൻ ഇനി ഈ പുസ്തകം കൂട്ടി വെക്കണോ? നിങ്ങൾ പറയാം, ഈ പുസ്തകം ഇനി കൂട്ടി വെക്കണോ? നീ കൂട്ടി വെക്കണമെങ്കിൽ പറയുന്നത് അതല്ല. ഇവർ പറയുന്നത് കുളിയും ചെറുത്തും കുറവും നിസ്കാരം തലയിൽ കൊത്തിക്കൾ അജി അത് വേണമെങ്കിൽ ചെയ്തോട്ടെ, അതിലിപ്പോ ഞാൻ പിടിക്കണില്ല. ഇപ്പൊ നമ്മൾ അവിടുന്ന് പോയി. അത് പറയേണ്ടതൊക്കെ നമ്മൾ കുറച്ച് പറഞ്ഞു പോയി. ഇപ്പൊ ഇനി ഇതെന്താന്ന് പറഞ്ഞു കൊടുക്കലപ്പോ ഇപ്പൊ ഈ പുസ്തകം കൂട്ടി വെക്കണം. നമ്മുടെ തന്നെ നിലനിൽപ്പല്ലേ ഇതിൽ പറയുന്നത്? നമ്മുടെ തന്നെ നിലനിൽപ്പല്ലേ? ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരു പശുവിനെ കറന്ന് നാട്ടിൽ കൊടുക്കാനുള്ളത് ഒരു പാല, അതില്ല. എൻ്റെ വീട്ടിൽ അതില്ല. ഉദാഹരണത്തിന് പറഞ്ഞതാ. എൻ്റെ ആകെ ഇനി വേറെ കഴിഞ്ഞാൽ 10 തേങ്ങണ്ട്. അതിൽ ആ ഇളനീര് ആവുമ്പോ തന്നെ അതിൽ മധുരം കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ സിറിഞ്ച് എടുത്തിട്ട് വിഷം കലർത്തി ഞാൻ നല്ല മധുരം കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ കലർത്തി തന്നു. ഇതേ എനിക്ക് തരാനുള്ളൂ. പക്ഷെ ആയിരക്കണക്കിന് വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കുകയാണ്. നിങ്ങളും അങ്ങനെ പ്രവർത്തിച്ചാൽ ഈ കച്ചവടം ലാഭമാണോ നഷ്ടമാണോ? നിങ്ങൾ പറയും, ഈ കച്ചവടം ലാഭമാണോ നഷ്ടമാണോ? ഞാൻ പറഞ്ഞു, ലോകം നുണ പറഞ്ഞാൽ എന്താണ്? എന്താ നുണ പറഞ്ഞാല്? കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒരു നാവ് കൊണ്ടേ നുണ പറയുന്നുള്ളൂ. പക്ഷേ എന്നോട് 1000 ആളുകൾ ദിവസേന സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ നുണ പറയാൻ തുടങ്ങിയാലോ? ഈ കച്ചവടം ലാഭമല്ല. ഇത് നോക്കി, ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അല്ലാഹു എത്ര കച്ചവടം ലാഭമല്ല എന്നാ പറയണത്. വേറെ ഒന്ന് ലാഭമല്ല എന്ന് പറയും. ഇത് ബിസിനസ്സാ ലോകം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒക്കെ വീടിൻ്റെ അടുത്ത് ഞാൻ കാണുന്നതാണ് സഹോദരൻ. ഈ വാഴക്കൃഷിൻ്റെ അത് കൊലച്ച് നിൽക്കുമ്പോഴാണ് ആ പച്ച കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ കൊണ്ടുവന്ന് മാരകമായ വിഷം തേക്കുന്നത് അടിക്കുന്നത്. ഇതാണ് ഈ പിഞ്ചു പൈതങ്ങൾ തിന്നുന്നത്. ഇത് ഇവൻ തന്നെ പോയി സാറ് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞ ഒരു വീടുണ്ടാക്കി കൊടുത്ത ഉദാഹരണത്തിലൂടെ സാറ് പറഞ്ഞത് അതാണ്. ഇതിനടിയിൽ ഇതിന്റെ ദുരന്തം ഇനി ആരാണ്? നിന്റെ വാഴക്കൃഷി ലാഭകരമല്ല, നിന്റെ ഇളനീർ കൃഷി ലാഭകരമല്ല, നിന്റെ മരുന്ന് കൃഷി ലാഭകരമല്ല, നിന്റെ ആയുധ കൃഷി ലാഭകരമല്ല. എന്താണ്? ഇതൊന്നും ലാഭകരമല്ല. മമാകാനോ മുഹ്തദീൻ, അവർക്ക് മാർഗദർശനം കിട്ടിയവരുമല്ല, അവർക്ക് ഗൈഡൻസ് കിട്ടിയിട്ടുമില്ല. ഇനി നിങ്ങൾ പറയും, ഞാനിപ്പോ ഏകദേശം കഴിഞ്ഞ ക്ലാസ്സും ഈ ക്ലാസ്സും കൂടി കൂട്ടിയിട്ട് ഇപ്പൊ 16 വചനങ്ങൾ പറഞ്ഞു. കൂട്ടി വെക്കണോ? കൂട്ടി വെക്കണോ? ലോകത്തിന് ഗുണമുണ്ടോ ഈ കിതാബ്? ലോകത്തിന്റെ നിലനിൽപ്പ് ഇതിലാണ്, ഇതിലല്ലാതെ കഴിയില്ല. ഇത് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ക്രൂരമായ കാര്യങ്ങൾ ലോകത്ത് ചെയ്യുന്നത്, ലോക മനസാക്ഷിയെ അങ്ങോട്ട് തിരിക്കാൻ. ഈ കച്ചവടം ആത്യന്തികമായി ഈ സഹോദരങ്ങൾ തന്നെ ലാഭകരമല്ല. തങ്ങൾക്ക് ദൈവികമായ മാർഗദർശനം കിട്ടിയവരല്ല ഞങ്ങൾ എന്നവർ തിരിച്ചറിയുക തന്നെ ചെയ്യും. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവരും അവരുടെ തലമുറയും നിത്യ നരകത്തിൽ കഴിയേണ്ടി വരും, നിത്യനാശത്തിൽ കഴിയേണ്ടി വരും എന്ന സത്യം അവർ തിരിച്ചറിയേണ്ടി മതിയാവൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.